ഹലോ ഹായ് നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ സാമൂഹിക വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ വീഡിയോസിൽ പലതും നമ്മൾ ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, നമ്മളൊരു ടീമായിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് ന്യൂസ് മീഡിയ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇൻ്റർവ്യൂസിലൂടെ പോകുന്നുണ്ട്, കുറേ ബുക്സ് റെഫർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കളക്ട് ചെയ്യുക മാത്രമല്ല, ഇതെല്ലാം വീണ്ടും വീണ്ടും ക്രോസ് ചെക്ക് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് അങ്ങനെ ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടാണ് ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ആ വീഡിയോ പബ്ലിഷ് ചെയ്ത് ഒരു 10 മിനിറ്റ് മുതൽ 1 മണിക്കൂർ പോലും സമയമെടുക്കുന്നില്ല. നമ്മൾ എന്താണോ വീഡിയോയിൽ പറഞ്ഞത് അത് അതുപോലെ തന്നെ പല ഫേസ്ബുക്ക് അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമുകളിലുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സ്, ഇപ്പോൾ വീഡിയോയുടെ ഒരു കഷ്ണം കട്ട് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവിടെ എൻ്റെ ഫേസെങ്കിലും വരുന്നുണ്ടല്ലോ, ഞാനാണ് പറഞ്ഞതെന്ന് നാട്ടുകാരെങ്കിലും അറിയുന്നുണ്ട്. പക്ഷേ ചില ആളുകൾ ഇത് അതുപോലെ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട്, ഞാൻ വീഡിയോയിൽ പറയുന്ന അതേ കാര്യം ടെക്സ്റ്റായി കൺവേർട്ട് ചെയ്ത് വേറെ എന്തെങ്കിലും ഒരു ഫോട്ടോ വെച്ചിട്ട് അവരുടെ കണ്ടൻറ്റായിട്ട് ഇടുന്നുണ്ട്. അതൊരു വൃത്തികെട്ട ശീലമല്ലേ എന്ന് ചോദിക്കാനാണ് തോന്നിപ്പോകുന്നത്. കാരണം ഇത്രയും എഫേർട്ട് നമ്മൾ ഇട്ടിട്ട്, ഈവൻ ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് പറയുന്ന സോ ആൻഡ് പിന്നെ അത് ഇത് അങ്ങനെയുള്ള ടേംസ് വരെ ക്രിസ്റ്റൽ ക്ലിയറായി കോപ്പി അടിച്ച് വെച്ച് നമ്മൾ പറയുന്ന ഫാക്റ്റുകളെന്ന് വെച്ചാൽ, ചില ഫാക്ട്സ് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന ചില സെൻറ്റൻസുകൾ, എക്സാക്റ്റ് സെൻറ്റൻസുകൾ നിങ്ങൾ എവിടെയും പോയി മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടാത്ത രീതിയിൽ നമ്മളിവിടെ സെറ്റ് ചെയ്ത് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വേറൊരാൾ കോപ്പി അടിച്ചാൽ എനിക്ക് മനസ്സിലാവും. അങ്ങനെ കോപ്പി അടിച്ച് ഇടുന്നതിൽ തെറ്റൊന്നുമില്ല, ഞാനതിനെ ഇൻസ്പിറേഷൻ എന്ന് നിങ്ങൾ വിളിച്ചോളൂ. പക്ഷേ സ്വന്തം ഫോട്ടോ ഇട്ട് സ്വന്തം കണ്ടൻറ്റാണ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് എഫേർട്ട് ഇട്ടാൽ നിങ്ങളെ കൊണ്ട് പറ്റും, പറ്റായികയൊന്നുമില്ല. പക്ഷേ ആ എഫേർട്ട് ഒന്നും ഇടാതെ വല്ലവൻ്റെയും കണ്ടൻറ്റ് ഒരു ക്രെഡിറ്റും വെക്കാതെ ഇടുക എന്ന് പറയുന്നത് അത് വളരെ മോശമാണ്. അങ്ങനത്തെ പോസ്റ്റുകളുടെ എണ്ണം കൂടി വരുന്നത് കൊണ്ട് എനിക്ക് ഏറ്റവും സങ്കടം എന്താണെന്ന് വെച്ചാൽ, അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഫീമെയിൽ പ്രൊഫൈലുകളിലാണ് നമ്മുടെ കണ്ടൻറ്റ് അതുപോലെ കോപ്പി അടിക്കപ്പെടുന്നൊരു സാഹചര്യം ഞാൻ കണ്ടിട്ടുള്ളത്. എഫേർട്ട് ഇടൂ, എല്ലാവരും മുന്നോട്ട് വരൂ, എന്നിട്ട് നമുക്ക് ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകാം. ഇൻസ്റ്റഗ്രാമിലെ എക്സ്പോസിങ് കൾച്ചറിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. എന്ന് പറയുമ്പോൾ ചില ഫേസ്ബുക്ക് അമ്മാവന്മാരെ അറിയാതെ കൈതട്ടി ഇൻസ്റ്റഗ്രാമിലെത്തുമ്പോൾ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു എക്സ്പോസിങ് ഉണ്ട്. എന്താ ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ അവരിങ്ങനെ എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, ആ എക്സ്പോസിങ്ങിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. അതൊരു ട്രെൻഡ് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഇൻസ്റ്റഗ്രാമിലെ എക്സ്പോസിങ് കൾച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്പോസിങ് ട്രെൻഡ് എന്ന് പറയുന്നത് വ്യക്തികളെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിലേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് ഫേമസ് കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ പേര് കിട്ടും. ലൈഫ് ഓഫ് ഹക്കീം ഉണ്ട്, ഡോക്ടർ ഡ്രേക്ക് ഉണ്ട്, പുതുമുഖങ്ങൾ കൂടുതൽ ശക്തമായിട്ടുള്ള എൻ്റെ കയ്യിലാണ് ഏറ്റവും നല്ല എക്സ്പോസിങ് ഉള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കടന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതൊരു തരംഗമായി മാറിയിരിക്കുകയാണ്. ഇത്തരം സോഷ്യൽ മീഡിയ പേജുകൾക്ക് കിട്ടുന്ന ഒരു വരവേൽപ്പ് എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്ന സോഷ്യൽ മീഡിയ ബൂമിൻ്റെ ഒരു ഭാഗമാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളുടെ ഇമോഷൻസ്, അവരുടെ ക്യൂരിയോസിറ്റി, ഔട്ട്റേജ്, ഇതിനെയൊക്കെ ആകർഷിക്കുന്ന തരത്തിലുള്ള കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ട് ഈ പേജുകളൊക്കെ വൈറലാവുകയാണ്. ഇത്തരത്തിലുള്ള റീലുകളൊക്കെ ചെയ്യുന്നത് വഴി ഇവർക്ക് പെട്ടെന്ന് കിട്ടുന്നൊരു ഫെയിം ഉണ്ട്. പിന്നെ ഫെയിം വിൽ ഓൾവേസ് ഗെറ്റ് കൺവേർട്ടഡ് ടു മണി എന്ന് പറയുന്ന പോലെ ഇവർക്ക് കൊളാബറേഷൻസ് കിട്ടാം, ഇവരുടെ ഈ പബ്ലിസിറ്റി ഇവർക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. അങ്ങനെ കുറച്ച് ഗുണങ്ങൾ ഇവർ ഇതിൽ നിന്ന് കണ്ടെത്തുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇവർക്ക് ചില വിമർശനങ്ങൾ വരും, ട്രോളുകൾ ഉണ്ടാവും, ഹെയ്റ്റ് സ്പീച്ച് ഉണ്ടാവും, പിന്നെ ഈ കണ്ടന്റ് ഇങ്ങനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു പ്രഷർ ഉണ്ടാവും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ മാത്രമല്ല, സോഷ്യൽ മീഡിയയുടെ ഇപ്പോഴത്തെ അൽഗോരിതംസും ഇത്തരം എക്സ്ട്രീം ആയിട്ടുള്ള ഇമോഷൻസിനെയാണ് ഏറ്റവും കൂടുതൽ പുഷ് ചെയ്യുന്നത്. അതേസമയം ഓഡിയൻസ് ഇതൊരു കണ്ടന്റ് ആണെന്ന് മനസ്സിലാക്കി കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നതെന്ന് മാറിയിട്ട് ഇതിനെ റിയൽ ലൈഫായിട്ട് സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കണ്ടന്റും റിയൽ ലൈഫും തമ്മിൽ വേർതിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു. പെട്ടെന്ന് കുറച്ച് ഫെയിം കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ഇമോഷണൽ മെച്യൂരിറ്റിയും കൂടി വളരേണ്ടതാണ്. പക്ഷേ ആ ഇമോഷണൽ മെച്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഒന്ന് ബ്രേക്ക് എടുത്താൽ, കുറച്ച് നാൾ സൈലൻ്റ് ആയി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ സ്പേസിലുള്ള നമ്മുടെ റെലവൻസ് കുറഞ്ഞു പോകുന്നുള്ള ഭയം ഈ കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ ഒത്തൻറ്റിക്കായി സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അതായത് ഈ എക്സ്പോസിങ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പെർട്ടിക്കുലർ വ്യക്തി അയാളെ സംബന്ധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം, അത് ചിലപ്പോൾ പ്രമുഖ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളതോ വരാത്തതോ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ചില ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടോ അതുപോലെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഒരാളെ തുറന്ന് കാണിക്കുക എന്ന് പറയുന്ന, അയാളെ പബ്ലിക്കിന് മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എക്സ്പോസിങ് എന്നതുകൊണ്ട് നടക്കുന്നത്. അപ്പം
സ്റ്റാർട്ടിങ്ങിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വിഷയം തുറന്നു കാണിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും അതിനൊരു ജെനുവിൻ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള കണ്ടന്റ് നമുക്ക് വിളിക്കാം. അങ്ങനെ അവർ എക്സ്പോസ് ചെയ്യുന്നു. അതുവഴി പെട്ടെന്ന് കിട്ടുന്ന ഒരു ഫെയിമും റീച്ചും ഒക്കെ ഉണ്ട്. അങ്ങനെ 1-2 കേസുകൾ ചെയ്തു. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് അവിടുന്ന് ഇവിടുന്ന് കുറച്ച് ആൾക്കാർ മെസ്സേജുകൾ അയക്കും, ദേ ഇന്ന വ്യക്തിയെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, നിങ്ങളിത് എക്സ്പോസ് ചെയ്യണേ എന്ന് പറയുന്നത് പോലത്തെ ആളുകളുടെ റിക്വസ്റ്റുകളും ഒക്കെ വരുമ്പോൾ നമ്മളൊരു ഭയങ്കര സംഭവമായി മാറുന്നു എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതുപോലെ എനിക്ക് എന്നും ഇതേ കണ്ടന്റ് ചെയ്യണമെന്ന് പറയുന്നൊരു പ്രഷറും ഉണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ പഴയ ഏതെങ്കിലും കേസുകൾ കുത്തിപ്പൊക്കുന്നതും ഒക്കെ കാണും. പക്ഷെ ഒരു സമയം കഴിഞ്ഞാൽ ഈ കണ്ടന്റ് ഉണ്ടാക്കണമെന്ന് പറയുന്ന പ്രഷറും അടുത്തത് എവിടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ ആ ഒരു ത്വര കാണുമ്പോൾ ഉള്ളൊരു ആവേശവും, ഇതുകൊണ്ട് 2 തരത്തിൽ ചിലപ്പോൾ ഇതിനെ മിസ്യൂസ് ചെയ്തേക്കാം. ഒന്നുകിൽ ഫേക്കായിട്ടുള്ള ആരോപണങ്ങൾ, ഫേക്കായിട്ടുള്ള എക്സ്പോസിങ് പരിപാടികൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. 2, ഇതങ്ങനെ വലിയ കൊട്ടിഘോഷിച്ച് എക്സ്പോസ് ചെയ്യേണ്ട കാര്യമൊന്നും ആയിരിക്കില്ല, ഒരു സിമ്പിൾ സില്ലി കാര്യമായിരിക്കും. പക്ഷെ അതെന്തോ ഒരു വലിയ കുറ്റകൃത്യം ഞാൻ കണ്ടുപിടിച്ചു എന്നുള്ള ഭാവേന അവതരിപ്പിക്കുക വഴി അപ്പുറത്തെ സൈഡിലിരിക്കുന്ന ആൾ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് ചെന്ന് എത്തപ്പെടും. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഈ എക്സ്പോസിങ് ബിസിനസ്സിലുള്ളത്. പക്ഷേ ഇത് പെട്ടെന്ന് റീച്ച് കിട്ടുന്ന ഒരു കണ്ടൻറ്റാണ്, ഇതൊരു ട്രെൻഡാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ കൂടുതൽ ആളുകൾ ഇതിലേക്ക് കടന്നു വരും. എല്ലാവർക്കും ഈ ന്യൂസ് ചാനലുകളുടെ എണ്ണം കൂടുമ്പോൾ വാർത്ത ഉണ്ടാക്കിയേ പറ്റൂ, അല്ലെങ്കിൽ ഇല്ലാത്ത വാർത്തയെ വാർത്തയാക്കി മാറ്റിയേ പറ്റൂ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയതുപോലെ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സും ചിലപ്പോൾ എത്തിയേക്കാം. അതിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിഭീകരമായിട്ടുള്ളൊരവസ്ഥയാണ്. നമുക്ക് ഈ വിഷയത്തിലേക്ക് കുറച്ചും കൂടി ഒന്ന് ആഴത്തിൽ പോയി കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊരു ധാരണ കിട്ടും. കേരളത്തിൽ എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇവിടുത്തെ സോഷ്യൽ മീഡിയ എൻഗേജ്മെൻറ്റ് വളരെ കൂടുതലാണ്. വളരെ ചെറിയ കാര്യങ്ങൾ പോലും വളരെ കാര്യമായിട്ടിരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു കൾച്ചർ നമുക്കുണ്ട്. അതേസമയം നമ്മൾ കുറച്ച് ഇമോഷണലാണ്. സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിലും ഹെയ്റ്റ് കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ എക്സ്ട്രീമിൽ കൊടുക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ എക്സ്ട്രീം ഒപ്പീനിയൻസ് വളരെ പെട്ടെന്ന് വിറ്റ് പോകുന്നൊരു മാർക്കറ്റാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ കൾച്ചറിൻ്റെ റിഫ്ലക്ഷൻ ആണെന്ന് പറയാം. ഈ ഹെയ്റ്റും റീച്ചും പാരലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഈ കണ്ടന്റ് ഉണ്ടാക്കുന്ന ആളുണ്ടല്ലോ, അയാൾ അതിനകത്ത് മാക്സിമം ഹെയ്റ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ അയാൾക്കെതിരെ ഹെയ്റ്റ് വരുന്ന എന്തെങ്കിലും അതിനകത്ത് ഉണ്ടാകണം. എന്തായാലും ഈ ഹെയ്റ്റ് എന്ന് പറയുന്നത് റീച്ച് കൂട്ടാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിനെ ഒരു കണ്ടൻ്റായി കാണുക എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട്, അല്ലെങ്കിൽ അതിൽ കവിഞ്ഞ് ഇതിനെ ആളുകളൊരു റിയൽ ലൈഫായിട്ട്, അതായത് അങ്ങനെ എക്സ്പോസ് ചെയ്യപ്പെടുന്ന ആ കഥ, അതിനകത്ത് ഏതെങ്കിലും ഒരു വേഷം അത് ഞാനാണ് ചെയ്തത്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ സംഭവിച്ചതാണ് എന്നൊരു തോന്നൽ. നമുക്കിപ്പോൾ എമ്പതി ഉണ്ടാവാം, ഒരു കാര്യം കേൾക്കുമ്പോൾ അവിടെ ഇരയാക്കപ്പെട്ടിട്ടുള്ള ഒരാളോട് ഒരു എമ്പതി തോന്നിയേക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരാളോട്. പക്ഷേ ഈ എമ്പതി എന്നുള്ളതിൽ നിന്ന് കവിഞ്ഞ് നമ്മുടെ ലൈഫായിട്ട് അത് മാറുന്നു എന്നുള്ള രീതിയിൽ ആളുകൾ ചിന്തിക്കുകയും റിയാക്ട് ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ എമ്പതി വേണ്ടതെന്ന് ചോദിച്ചാൽ എമ്പതി ഉണ്ടാവണം. പക്ഷേ എമ്പതി എന്ന് പറയുന്നത് മറ്റൊരാളുടെ ഇമോഷനെ, അയാളുടെ ഫീലിങ്സിനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അത് അബ്സോർബ് ചെയ്തിട്ട് നമ്മളതിൽ ജീവിക്കുക എന്നുള്ളതല്ല. അങ്ങനെ തുടങ്ങിയാൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് റിസ്കിലാവും. നമുക്ക് നമ്മുടെ ഇമോഷൻസ് തന്നെ ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ ബാക്കിയുള്ളവരുടെ ഇമോഷൻസ്, നമ്മൾ ഒരു ദിവസം എത്ര റീല് കാണുന്നു, ഇത്രയും ആളുകളുടെ ഇമോഷൻസ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് വെരി വെരി ഡേഞ്ചറസ്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത്തരം കണ്ടൻറ്റുകൾ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ ജഡ്ജ് ചെയ്യാനും മോക്ക് ചെയ്യാനും തുടങ്ങുകയാണ്. ഇത് ഈ കൺസ്യൂമറിനെ, അതായത് ഈ കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യുന്ന ആളെയും ഇതിനകത്ത് സബ്ജക്റ്റായി വരുന്ന ആളെയും ഒരു മെൻ്റൽ പ്രഷറിലേക്ക് എത്തിക്കുകയാണ്. ബാക്ക്ലാഷും ഐഡൻറ്റിറ്റി കൺഫ്യൂഷനും ഒക്കെ ഉണ്ടാവുകയാണ്. പക്ഷേ നമ്മൾ ഈ എക്സ്പോസിങ് കൾച്ചർ എന്ന് പറയുമ്പോൾ ഇതിന് 2 വശമുണ്ട്, ഗുണമുണ്ട് ദോഷമുണ്ട്. ഗുണങ്ങൾ പറയാനാണെങ്കിൽ ഒന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടബിലിറ്റി വരുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ നോക്കാനാണെങ്കിൽ പുതിയ ഒരുപാട് ബിസിനസ്സുകൾ, ഓൺലൈൻ പരിപാടികൾ വരുന്നു, ഒരുപാട് ആളുകൾ പോപ്പുലർ ആവുന്നു, അവരതിനെ പല രീതിയിൽ മോണിറ്റൈസ് ചെയ്യുന്നു. സ്വാഭാവികമായും ഇത് തട്ടിപ്പിലേക്ക് നീളുന്നത് നമ്മൾ കാണുന്നു. ഇപ്പോൾ ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങി, ഒരു ബൊട്ടീക്ക് തുടങ്ങി, ആ ബൊട്ടീക്കിൽ അവർ പ്രോപ്പറായിട്ടുള്ള കസ്റ്റമർ കെയർ കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഉറപ്പായും സോഷ്യൽ മീഡിയയിൽ തുറന്ന് കാട്ടപ്പെടും. അവരുടെ ബിസിനസ്സിനെ അത് ബാധിക്കും. തെറ്റുകളുണ്ടായാൽ അതിവിടെ തുറന്ന് കാട്ടപ്പെടും എന്ന് പറയുന്നൊരു പേടി ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി കൺട്രോൾഡായിട്ട്, അതായത് അവനവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന മിസ്റ്റേക്കുകളെ കുറയ്ക്കാനുള്ളൊരു ശ്രമം എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവും. 2, നല്ലൊരു അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനിങ്ങനെ ഈ എക്സ്പോസ് ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ടുള്ള 1-2 ആളുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ ആഹാര സാധനങ്ങൾ, പാക്ക് ചെയ്ത് വരുന്ന ഫുഡ് ഐറ്റംസ്, അതിൽ ഓരോ കണ്ടൻറ്റ് എന്തൊക്കെയാണ്, അതിലേതൊക്കെയാണ് നമുക്ക് ദോഷമാവുന്നത്, ഇവിടെ നിയമത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ ആളുകളുടെ ആരോഗ്യത്തിനെ മോശമാക്കുന്ന പ്രവണതകൾ, ഇതൊക്കെ തുറന്നു കാണിക്കുന്ന ആളുണ്ട്. അതുപോലെ അഭിജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ, സ്കാമുകളാണ് പുള്ളി ഏറ്റവും കൂടുതൽ ഇങ്ങനെ തുറന്നു കാണിച്ചിട്ടുള്ളത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകളെ പറ്റിച്ചിട്ടുണ്ട്, എന്നെയും പറ്റിച്ചിട്ടുണ്ട്.
പക്ഷേ ഇതെന്താണ് സംഭവം, ഏത് രൂപത്തിലാണ് ഇത് വരിക? ഇപ്പോൾ ഇത് ഇന്ത്യയിൽ ലീഗലാണ് എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരു 3-4 പേപ്പറൊക്കെ നമ്മളെ കാണിക്കും. അപ്പം നമുക്കും തോന്നും ശരിയാണല്ലോ. പക്ഷേ ഇത്തരത്തിലുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ചെയ്യുന്നത് ഇതിൻ്റെ പുറകിലുള്ള സത്യം എന്താണ്, ഇതിൻ്റെ രേഖകൾ എങ്ങനെയാണ്, അതൊക്കെ അവർ തന്നെ ക്രോസ് ചെക്ക് ചെയ്ത് അതിലെ സത്യാവസ്ഥകൾ നമ്മുടെ മുന്നിൽ തുറന്നു കാണിക്കുകയാണ്. സ്വാഭാവികമായും നാളെ ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് സൂപ്പർ ഒരു പരിപാടി വന്നിട്ടുണ്ട്, നീ പൈസ ഇറക്കിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവെയറാണ്, നമ്മൾ തിരിച്ച് ചോദ്യം ചോദിക്കും. ആ അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു പോസിറ്റീവാണ്. മാത്രമല്ല ഇങ്ങനെ എക്സ്പോസ് ചെയ്യുന്ന ആളുകളുണ്ട് എന്നുള്ള ഒരു സംഭവം മനസ്സിലാകുമ്പോൾ, അല്ലെങ്കിൽ ഈ എക്സ്പോസിങ് നമ്മളെ എങ്ങനെ മോശമായി ബാധിക്കാം എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ ചാറ്റുകളാണെങ്കിലും ഇമെയിലുകളാണെങ്കിലും വോയിസ് നോട്ടുകളാണെങ്കിലും ഇതൊക്കെ സൂക്ഷിച്ച് വെക്കേണ്ട ഒരു ആവശ്യകത. പണ്ട് നമ്മളിതൊന്നും സൂക്ഷിച്ച് വെക്കില്ല. നാളെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്താണ് അയ്യോ എൻ്റെ കയ്യിൽ ആ പ്രൂഫ് ഇല്ലല്ലോ എന്ന് നമ്മൾ ആലോചിച്ചു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒന്ന് റെക്കോർഡിക്കലാക്കി സൂക്ഷിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയും ഇവരുടെയൊക്കെ വീഡിയോസ് കാണുന്ന വഴി നമ്മൾ തിരിച്ചറിയും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൈലൻസ് ബ്രേക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഒരു പബ്ലിക് ഒപ്പീനിയൻ രൂപപ്പെടാം, സിമിലർ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് കൂടാം, അതുവഴി കൂടുതൽ ലൗഡായിട്ട് കൺസേൺസ് ആളുകളിലേക്ക് എത്തപ്പെടും എന്ന് പറയുന്ന ഒരു ധാരണ ഉണ്ടാക്കാൻ ഇവർക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ്ലി കാണുമ്പോൾ സ്വാഭാവികമായും ഓഡിയൻസ് കുറച്ചും കൂടി ക്രിട്ടിക്കലാവും. ബ്ലൈൻഡായിട്ട് കാര്യങ്ങളെ വിശ്വസിക്കുക, ആരാധിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കും. പക്ഷേ നമ്മളിതിൻ്റെ ദോഷഫലങ്ങളെയും വളരെ സീരിയസ് ആയിട്ട് തന്നെ നോക്കി കാണണം. അതിലൊന്നാമത്തെ കാര്യം ട്രയൽ ബൈ സോഷ്യൽ മീഡിയ എന്നുള്ളതാണ്. തെളിവുകൾ ഇവിടെ ആവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെളിവുകൾ എന്ന് പറയുന്നത് ചിലപ്പം ഒരൊറ്റ വോയിസ് റെക്കോർഡോ ഒരു സ്ക്രീൻഷോട്ടോ മാത്രമായിരിക്കും. ആവശ്യത്തിനുള്ള തെളിവുകളൊന്നുമില്ലാതെ തന്നെ ഒരാളെ കുറ്റവാളിയാക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നു. അയാൾക്കൊരു വിധി പുറപ്പെടുവിക്കുന്നു, അയാളെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് തന്നെ ശിക്ഷിക്കുന്നു. നമ്മുടെ നാട്ടിൽ ജയിലുണ്ട്, കോടതികളുണ്ട്, പോലീസ് സ്റ്റേഷനുകളുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണെന്ന്, അല്ലെങ്കിൽ ഇതൊക്കെ ശരിക്കും ചെയ്യുന്നത് എന്താണെന്നുള്ളത് പല ആളുകൾക്കും ഒരു ധാരണയില്ല. ജയിലെന്ന് പറയുന്നത് കുറ്റം ചെയ്യുന്നവരെ അടച്ചിട്ട് ദ്രോഹിക്കാനുള്ളൊരു സ്ഥലം എന്നിപ്പോഴും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ജയിലെന്ന് പറയുന്നത് ഒരു കറക്ഷണൽ പ്ലാറ്റ്ഫോമാണ്. അതായത് തെറ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് അയാളുടെ തെറ്റുകൾ മനസ്സിലാക്കി പുതിയൊരു ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട മാനസികാവസ്ഥയിലേക്ക് എത്തിപ്പെടാനും അയാളെ സമൂഹത്തിന് വേണ്ട വിധം പിന്നീട് ഉപയോഗിക്കത്തക്ക രീതിയിൽ അയാളെ മാറ്റിയെടുക്കാനും വേണ്ടിയുള്ള ഒരു സ്ഥലമാണ് ജയിലെന്ന് പറയുന്നത്. അല്ലാതെ ഒരാളുടെ ജീവിതം ഇല്ലാതാക്കാനുള്ള ഒരു സ്ഥലമല്ലത്. അതുപോലെ തന്നെ കോടതികൾ വർക്ക് ചെയ്യുന്നത് തെളിവുകളുടെ പുറത്താണ്. തെളിവുകൾ ഹാജരാക്കുക. ഒരാൾക്കെതിരെ ഒരു കുറ്റാരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിക്ക് എൻ്റെ ഭാഗത്തും സത്യമുണ്ട് സാർ എന്ന് പറഞ്ഞ് അയാളുടെ തെളിവുകൾ അവതരിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാദിച്ച് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു വിധിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കോടതി ആക്ച്വലി ഇത്രയും സമയമെടുക്കുന്നത് പോലും. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ പ്രോസസ്സ് ഒന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ ഒരാളെ നന്നാക്കി എടുക്കലില്ല, ജസ്റ്റ് ക്യാൻസൽ. അയാൾ ഇനി ഇല്ല, അയാൾ ഇനി പൊതുമണ്ഡലത്തിൽ വേണ്ട എന്നൊരു വിധി പ്രഖ്യാപിക്കൽ മാത്രമാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ആളുകളെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ബോയ്ക്കോട്ടായി മാറിയിരിക്കുകയാണ്. രണ്ടാമത്തെ പ്രശ്നം ക്യാരക്ടർ അസാസിനേഷൻ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തി കാലങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അയാളുടെ ക്രെഡിബിലിറ്റി, അയാൾ വളർന്നു വന്നിട്ടുള്ള ആ ഒരു പാത്ത്, അതിൽ സംഭവിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെയും ക്യാൻസൽ ചെയ്തിട്ട് ഇയാളൊരു കുറ്റവാളിയാണ്, അല്ലെങ്കിൽ ഇയാൾ ഇനി വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ആളുകൾ എത്തുന്നു. പ്ലീസ് നോട്ട്, നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതൊന്നും നിയമത്തിൻ്റെ അണ്ടറിൽ വരുന്ന കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല. സോഷ്യൽ മീഡിയ ഒരു പാരലൽ കോടതിയായി ഇവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്, അതിൽ നമ്മൾ കണ്ടെത്തുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇനി ഈ ട്രയൽ ബൈ സോഷ്യൽ മീഡിയ ആൻഡ് ക്യാരക്ടർ അസാസിനേഷൻ പരിപാടികളൊക്കെ കൊണ്ട് പിന്നീട് സംഭവിക്കുന്ന പ്രശ്നം അത് മാനസികമാണ്. ഇങ്ങനൊരു സിംഗിൾ വീഡിയോ മാത്രം മതി അതിനകത്ത് കണ്ടന്റ് ആകപ്പെടുന്ന, അല്ലെങ്കിൽ സബ്ജക്റ്റായി മാറുന്ന ആ വ്യക്തി ഉണ്ടല്ലോ, അയാളുടെ മെൻ്റൽ ഹെൽത്തിനെ അത്രയും മോശമായിട്ടാണ് ഇത് ഇമ്പാക്റ്റ് ചെയ്യുക. ആങ്സൈറ്റി, ഡിപ്രഷൻ, ഐസൊലേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ വരാൻ ഈ ഒരു ഒറ്റ അറ്റാക്ക് മതിയാവും. ഞാൻ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴേ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നും, അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഇരയുടെ മാനസികാവസ്ഥയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ പാടില്ലേ എന്നൊരു ചോദ്യം വരുന്നുണ്ടാവും. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഈ വീഡിയോയിൽ പിന്നീട് വരുന്നുണ്ട്. അടുത്തൊരു പ്രശ്നം ഒരു മോബ് മെൻറ്റാലിറ്റിയാണ്. കാരണം ഇവിടെ ഒരാളൊരു കാര്യം പറയുന്നു, കുറേ ആളുകൾ വട്ടം കൂടുന്നു. ഈ ആളുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ആളുകളുടെ ഒപ്പീനിയൻ എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ഒരു ആൾക്കൂട്ടമായി ഇത് മാറുമ്പോൾ ഈ ഒപ്പീനിയൻ ഒരു ഹെയ്റ്റായിട്ട് മാറും. ഹെയ്റ്റ് ഓട്ടോമാറ്റിക്കലി ആളുകളെ ക്യാൻസൽ ചെയ്യാനാണ് ഇവിടെ ഉപയോഗിക്കുക. പുറത്ത് ഒരാൾക്കൂട്ട വിചാരണ ഉണ്ടാകുമ്പോൾ അയാളെ ശാരീരികമായി ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുമെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഈ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയനാവുന്ന വ്യക്തിയുടെ സോഷ്യൽ ഇമേജാണ് ആക്രമിക്കപ്പെടുന്നത്. അതേസമയം നിങ്ങൾ കോടതിയും ജയിലും ഒക്കെ നോക്കിയാൽ അവിടെ ആരെയും ക്യാൻസൽ ചെയ്യുന്നില്ല, കറക്റ്റ് ചെയ്ത് മുന്നോട്ട് വരാനുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്. ആൻഡ് ഏറ്റവും 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 വലിയ പ്രശ്നം കോൺടെക്സ്റ്റ്
അപ്രത്യക്ഷമാകുന്നു എന്നുള്ളതാണ്. നമ്മൾ എന്താണ് ഇത്തരം എക്സ്പോസിങ് വീഡിയോസിൽ കാണുന്നത്? കുറച്ച് സ്ക്രീൻഷോട്ടുകൾ, അത് തന്നെ ക്രോപ്പ് ചെയ്തിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ, എഡിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ക്ലിപ്പുകൾ. പലപ്പോഴും നമ്മൾ കാണുന്നത് വെറും ഹാഫ് ട്രൂത്ത് മാത്രമാണ്. മുമ്പ് പൃഥ്വിരാജിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അതിൽ മമ്മൂക്കയ്ക്ക് അഭിനയത്തോട് ഭ്രാന്താണ് എന്ന് പൃഥ്വിരാജ് പറഞ്ഞു. എന്നിട്ട് പൃഥ്വിരാജ് തന്നെ തിരിച്ചു പറയുന്നത്, നിങ്ങളിതിന് തംബ്നെയിൽ അടിക്കാൻ പോകുന്നത് മമ്മൂക്കയ്ക്ക് ഭ്രാന്താണ് എന്ന് പൃഥ്വിരാജ് എന്നല്ലേ എന്നുള്ളത്. ശരിക്കും അതുതന്നെയാണ് പല കേസുകളിലും നമുക്ക് കാണാൻ പറ്റുന്നത്. ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ വളരെ കുറച്ച് യാഥാർത്ഥ്യങ്ങൾ, ഒരുപക്ഷെ യാഥാർത്ഥ്യം പോലും അല്ലാത്ത കാര്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരാളുടെ മാനസികാവസ്ഥയെ ഏറ്റവും മോശം അവസ്ഥയിൽ എത്തിച്ച് അയാളെ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇട്ടുകൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം നടക്കാൻ ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് കണ്ടൻറ്റാണ്, അല്ലെങ്കിൽ ഒരു ട്രെൻഡാണ് ഈ എക്സ്പോസിങ് കൾച്ചർ എന്ന് പറയുന്നത്. അത്രയ്ക്ക് പ്രശ്നമാണെങ്കിൽ നമുക്കിത് എങ്ങനെയാണ് ശരിയായിട്ട് ചെയ്യാൻ പറ്റുക? ഇതിനെ എങ്ങനെയാണ് ശരിയായിട്ട് സമീപിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ചോദ്യം ചെയ്യേണ്ടത് ഒരാളുടെ പ്രവൃത്തിയാണ്. ഇവിടെ ഒരു ക്രൈം ആയിരിക്കും ചിലപ്പോൾ എക്സ്പോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അയാൾ ചെയ്തിട്ടുള്ള മറ്റെന്തെങ്കിലും ഒരു പ്രവൃത്തിയാണല്ലോ എക്സ്പോസ് ചെയ്യുന്നത്. ആ പ്രവൃത്തിയെ ചോദ്യം ചെയ്യാം, വ്യക്തിയെ ക്യാൻസൽ ചെയ്യാതിരിക്കാം, തെളിവുകളോടുകൂടി സംസാരിക്കുക, ഊഹാപോഹങ്ങൾ വെച്ച് സംസാരിക്കാതിരിക്കുക. സോഷ്യൽ മീഡിയ കോടതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ കാര്യങ്ങൾ കേട്ടു, ബാക്കി ഊഹിച്ചുണ്ടാകും. അവനല്ലേ, അവനത് ചെയ്യും, അയാൾക്കത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ഊഹിക്കുകയാണ്. ഈ ഊഹാപോഹങ്ങൾ വെച്ചിട്ടാണ് പല നിഗമനങ്ങളിലേക്കും ആളുകൾ എത്തിച്ചേരുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിമർശനത്തിൻ്റെയും അപമാനത്തിൻ്റെയും വ്യത്യാസമൊന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഒരാളുടെ പ്രവൃത്തിയെ നമ്മൾ വിമർശിക്കുന്നതും അയാളെന്ന വ്യക്തിയെ അപമാനിക്കാൻ വേണ്ടി നമ്മൾ സംസാരിക്കുന്നതും രണ്ടും രണ്ടാണ്. പക്ഷേ വിമർശനം എന്ന പേരിൽ പലയിടങ്ങളിലും നമ്മൾ കാണുന്നത് അപമാനിക്കലുകളാണ്. ചുരുക്കി പറഞ്ഞാൽ ഹ്യൂമാനിറ്റി മറക്കരുത്. ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോഴും നിങ്ങളും ഒരു മനുഷ്യനാണ്. ഞാൻ ഇത്തരം എക്സ്പോസിങ് കണ്ടൻറ്റുകൾ കൂടുതലായി കൺസ്യൂം ചെയ്യുമ്പോൾ ഇവിടെ മനുഷ്യർ തന്നെ കോടതികളായിട്ട് മാറുകയാണ്. അതായത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇത്തരം കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ, അത് കാണുന്ന ആളുകൾ, കമൻറ്റ് ചെയ്യുന്ന ആളുകൾ, ലൈക്ക് ചെയ്യുന്ന ആളുകൾ എല്ലാവരും കൂടിയിട്ട് ഇവിടെ ഒരു വെർച്വൽ കോർട്ടായിട്ട് മാറുകയാണ്. ഈ സമയത്ത് എനിക്കെതിരെയാണെങ്കിലും വരാൻ സാധ്യതയുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇതുപോലെ ആളുകളെ വിമർശിക്കുന്ന വീഡിയോസൊക്കെ ചെയ്യുന്നില്ല, അപ്പോൾ നിങ്ങളും കോടതി ആവുകയാണോ എന്നുള്ള. അതിനുള്ള ഉത്തരം ഞാൻ എൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് വെക്കാം, ജസ്റ്റ് ഒന്ന് വായിക്കാം. മൂവീസിൻ്റെ കാര്യം പറയുമ്പോൾ സിൻസിയർ അൺബയസ്ഡ് റിവ്യൂസ്, നോ പെയ്ഡ് റിവ്യൂസ്, നോ ഫോഴ്സ് പോസിറ്റിവിറ്റി, ജസ്റ്റ് ഓണസ്റ്റ് ഒപ്പീനിയൻസ്, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സോഷ്യൽ ഇഷ്യൂസിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിലിംഗ് ഇങ്ങനെയാണ്: നോട്ട് ടു പ്രീച്ച് ട്രൂത്ത് ബട്ട് to share perspectives and encourage you to think for yourself എന്നുള്ളതാണ്. We believe in healthy discussion, taking positives, negatives, agreements, disagreements all with respect എന്നുള്ളതാണ്. അതായത് നമ്മളിവിടെ വ്യക്തികളുടെ ആശയങ്ങളെയും പ്രവർത്തികളെയുമാണ് അവലോകനം ചെയ്യുന്നത്. അവിടെയുള്ള നമ്മുടെ യോജിപ്പുകളും വിയോജിപ്പുകളുമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. പക്ഷെ അപ്പോൾ പോലും ആ ആശയത്തെയോ പ്രവൃത്തിയോ മാത്രമാണ് നമ്മൾ വിമർശിക്കാറുള്ളത്. വ്യക്തിയെ ക്യാൻസൽ ചെയ്യുക എന്ന് പറയുന്ന പരിപാടി നമ്മളിവിടെ ചെയ്യാറില്ല. ആൻഡ് എല്ലാ വീഡിയോയിലും ഞാൻ ഒരുപോലെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിവിടെ നമ്മുടെ ഒപ്പീനിയൻ പറഞ്ഞു. നിങ്ങളുടേതായ റിസർച്ച് ഉണ്ടാവണം, നിങ്ങളുടേതായ ചിന്തകൾ ഉണ്ടാവണം. ആ ചിന്തകളിലൂടെ നിങ്ങളൊരു കൺക്ലൂഷനിലേക്ക് എത്തണം. അല്ലാതെ ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് വിശ്വസിക്കുക, എന്നെ വിശ്വസിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല, ആർക്കും അതിൻ്റെ ആവശ്യമില്ല. അവനവന് ചിന്തിക്കാൻ ഇതിൻ്റെ അകത്ത് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു സാധനം തന്നിട്ടുണ്ട്. ഞാൻ തന്നിട്ടുള്ള എൻ്റെ പെർസ്പെക്റ്റീവ്സ് കേൾക്കുമ്പോൾ അതിനനുസരിച്ച് കൂടി ചിന്തിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ചിന്തിക്കുക. എന്നിട്ട് നിങ്ങളുടേതായ ചിന്തകളിലേക്ക് വരിക, അതും റെസ്പെക്റ്റോടുകൂടി. ഇങ്ങോട്ട് ചിന്തകൾ പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് ചിന്തകൾ അവതരിപ്പിക്കുമ്പോൾ കാണിക്കുന്ന അതേ റെസ്പെക്റ്റ് കാണിക്കുക. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പക്ഷേ ഇത്തരം എക്സ്പോസിങ് വീഡിയോസിൽ സംഭവിക്കുന്നത്, ആ സ്പേസ് കൊടുക്കുന്നതിന് പകരം അയാളൊരു കുറ്റക്കാരനാണ്, അയാൾ ക്യാൻസൽ ചെയ്യപ്പെടേണ്ട വ്യക്തിയാണ് എന്നുള്ളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയും ആ ഇമേജിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമൻറ്റ് ബോക്സ് നമ്മൾ കാണുകയും ചെയ്യുകയാണ്. ഇത്തരം വീഡിയോസിലൊക്കെ നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളും കൂടി ഒന്ന് അന്വേഷിച്ച് നോക്കൂ, ഈ വാർത്ത, ഈ കട്ടിങ്ങുകളൊക്കെ നിങ്ങളൊന്ന് റെഫർ ചെയ്ത് നോക്കൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. ഇവിടെ കാണിക്കുന്നുണ്ട്, ഇതങ്ങ് വിശ്വസിക്കേണ്ടതാണ് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നു, അത് കാണുന്ന ആളുകൾ അത് വിശ്വസിക്കുന്നു. അവിടെ നമ്മുടെ തലച്ചോറ് ഉപയോഗിക്കാനുള്ളൊരു സ്പേസ് ഇടുന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ആരോപണമുണ്ടാവൽ, അതിൻ്റെ വിചാരണകൾ, വിധി, അത് നടപ്പാക്കുക, ശിക്ഷ നടപ്പാക്കുക, ഇതെല്ലാം ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നടക്കുകയാണ്. അതും ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട്, ചിലപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് ആരോപണമുണ്ടായി, വിചാരണയുണ്ടായി, വിധി പറഞ്ഞു, ശിക്ഷ നടപ്പാക്കി. നമ്മൾ നിയമപരമായി നോക്കിയാലും ഇത് ശരിയായിട്ടുള്ളൊരു പ്രവൃത്തിയല്ല. നമ്മൾ കോടതികളുടെ കാര്യം നോക്കുമ്പോൾ അവിടെ തെളിവുകൾ സമർപ്പിക്കാൻ സമയം കൊടുക്കും, ആ തെളിവുകളെ അവലോകനം ചെയ്യാൻ രണ്ട് ഭാഗത്തിനും സമയം കൊടുക്കും, അവരതിനെക്കുറിച്ച് സംസാരിക്കുന്നു, ചർച്ച ചെയ്യുന്നു, ആർഗ്യൂ ചെയ്യുന്നു. അതിനുശേഷമാണ് ഈ നീതി ആർക്കാണ് ലഭ്യമാകേണ്ടതെന്ന് പറയുന്ന, അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് ഇതിൻ്റെ കൺക്ലൂഷൻ എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ സ്പേസ് ഇല്ല. എന്തിനാണ്
അക്യൂസ് ചെയ്യപ്പെട്ട ആൾക്ക് സംസാരിക്കാനുള്ള സമയം പോലും ഇവിടെ കിട്ടുന്നില്ല. എനിക്കെതിരെ ഒരു ആരോപണം, എക്സ്പോസിങ് ഉണ്ണി വ്ളോഗ്സ് വീഡിയോ വന്നു, ഞാൻ എക്സ്പോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഗൈസ്, എനിക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള ചോദ്യം പോലും ഇല്ല. ഞാൻ എക്സ്പോസ്ഡ് ആയി, ഞാൻ തീർന്നു, അല്ലെങ്കിൽ ഇവനെ ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നു, നടപ്പിലാക്കുന്നു. അത് ഈ ആരോപണം നേരിടുന്ന ആളുടെ മാത്രമല്ല, ആരോപണം നേരിടുന്ന ആളും അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരും, ഇവരുടെ ഒക്കെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണ്, ഇവരുടെ ഇൻറ്റൻറ്റ് എന്താണ്, ഇവരുടെ മെൻ്റൽ സ്റ്റേറ്റ് എന്താണ്, ഇതൊന്നും ഇവിടെ പരിഗണിക്കപ്പെടുന്നില്ല. ഇതിൻ്റെ ഭീകരത എവിടെയെന്നറിയോ? ഇപ്പോൾ ക്രൈം ചെയ്തിട്ടുള്ള ഒരാൾ, അയാൾ ക്രൈം ചെയ്തു എന്ന് അയാൾക്ക് തന്നെ ഒരു ധാരണയുണ്ട്, എപ്പോഴെങ്കിലും ആരെങ്കിലും പൊക്കിക്കൊണ്ട് വന്നാലോ എന്ന് അയാൾ ചിലപ്പോൾ പ്രിപ്പയർഡ് ആയിരിക്കും. പക്ഷേ ഒട്ടും പ്രിപ്പയർഡ് അല്ലാതിരിക്കുന്ന, ചിലപ്പോൾ മനസ്സാവാച അറിയാത്തൊരു കേസിലൊക്കെ പെട്ടുപോകുന്ന ഒരാൾ, അയാൾ നോക്കുമ്പോൾ പെട്ടെന്നൊരു അറ്റാക്ക് വരുവാണ്. സോഷ്യൽ മീഡിയയിൽ നാലുപാടും തന്നെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന വീഡിയോസ് വരുന്നു, കമൻസ് വരുന്നു, കൂട്ടുകാരും ബന്ധുക്കളൊക്കെ ഒരു വിളിക്കുന്നു. ഒരാൾ മാനസികമായി തകർന്നില്ലാണ്ടായി പോവുകയാണ്. ഒരു ബ്രേക്ക് ഡൗണിലേക്കോ ഐസൊലേഷനിലേക്കോ സൂയിസൈഡിലേക്കോ അയാൾ സ്ലിപ്പായി പോകാൻ ഈ അറ്റാക്ക് മതി. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വളർന്നു വരാൻ ശ്രമിക്കുന്ന ആൾക്കാർ പോലും സോഷ്യൽ മീഡിയയിൽ വരാൻ പോകുന്ന ഒരു വലിയ അറ്റാക്കിന് പ്രിപ്പയർഡ് ആയിരിക്കില്ല. ഇവിടെ വരുന്ന അറ്റാക്ക് എന്ന് പറയുന്നത് ആ വ്യക്തി ഇത്രയും കാലം ഉണ്ടാക്കിക്കൊണ്ടുവന്നത് മുഴുവൻ ഫോൾസ് ആണെന്നും ഇയാൾ മഹാമോശമാണെന്നും ഏകപക്ഷീയമായിട്ട് ഒരാളെ വില്ലനാണെന്ന് മുദ്ര കുത്തുകയാണ്. അവിടെ ഒരു സാധാരണ മനുഷ്യൻ തകർന്നില്ലാണ്ടായി പോകും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു മറുചോദ്യം ഉണ്ടാവും, തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കേണ്ട, എക്സ്പോസ് ചെയ്യേണ്ട എന്നാണോ എന്ന് ചോദ്യം ചെയ്യണം. പക്ഷേ നിങ്ങളോ ഞാനോ കോടതിയായി മാറാൻ പാടില്ല. നമുക്ക് വിമർശനങ്ങൾ വേണം, വിയോജിപ്പുകൾ ഉണ്ടാവണം. പക്ഷേ അതൊരിക്കലും ഒരു മോബ് അറ്റാക്കായിട്ട് മാറരുത്. നമ്മുടേതായിട്ടുള്ള ഡയലോഗ്സ് ഉണ്ടാവും, നമുക്കത് പറയാം. പക്ഷേ അപ്പുറത്തിരിക്കുന്ന ആളെ ഹ്യൂമിലേറ്റ് ചെയ്യരുത്. അക്കൗണ്ടബിലിറ്റി വേണം, ക്യാൻസലേഷൻ പാടില്ല. ഏറ്റവും വലിയ പ്രശ്നം അൽഗോരിതംസ് ഇത്തരം ഔട്ട്റേജിനെ റിവാർഡ് ചെയ്യുന്ന തരത്തിലാണ്. ഈ കമൻറ്റ് സെക്ഷനിലേക്കൊക്കെ നോക്കുമ്പോഴേ ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുന്ന ആളുകളും അതിനെ തുടർന്ന് ഇതാണ് വിധി എന്നൊക്കെ തീരുമാനിക്കുന്ന കമൻ്റ് ഇടുന്ന ആളുകൾക്കൊക്കെ കിട്ടുന്ന സ്വീകാര്യതയില്ലേ, ഇത് അവരുടെ ഉള്ളിൽ ഒരു പവർ ഇൻടോക്സിക്കേഷൻ ഉണ്ടാക്കും. അതായത് ഞാനാണ് ശരി, ഞാൻ മാത്രമാണ് ശരി, ഞാൻ പറഞ്ഞത് എല്ലാവരും ഇവിടെ അംഗീകരിക്കുന്നു, കമോണ്ടർ മഹേഷേ എന്ന് പറയുന്ന പോലത്തെ ഒരു ആവേശം, ഒരു അനാവശ്യ ആവേശം ഉണ്ടാവും. അതൊരു മോറൽ സുപ്പീരിയോറിറ്റി ഫീൽ കൊടുക്കും. ആ സുപ്പീരിയോറിറ്റി ഫീലിൻ്റെ ഭാഗമായിട്ട് എമ്പതി എന്ന് പറയുന്ന കാര്യം ഇല്ലാണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. നിങ്ങളൊരു പ്രവൃത്തിയെ വിമർശിക്കൂ, വ്യക്തിയെ ഇല്ലാണ്ടാക്കാതെ, എവിഡൻസ് ഉള്ളപ്പോൾ മാത്രം സംസാരിക്കൂ. ഞാനൊരു ജഡ്ജല്ല എന്ന സ്വബോധത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കും. ചില സമയത്ത് സൈലൻ്റായി ഇരിക്കുന്നതാണ് ഈ സോഷ്യൽ മീഡിയ ബഹളത്തിൻ്റെ ഭാഗമാകുന്നതിനേക്കാൾ കൂടുതൽ എത്തിക്കലായിരിക്കുക. നിങ്ങൾ തന്നെ ഉള്ളിലത്തെ കണ്ണൊക്കെ തുറന്നിട്ട് ഒന്ന് നോക്കിയേ. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നും ജസ്റ്റിസ് അല്ല, ഒരു ക്രൗഡ് പണിഷ്മെൻ്റ് ആണ്, ആൾക്കൂട്ട വിചാരണയാണ്. നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മളെല്ലാം ഈ രാജ്യത്തെ പൗരന്മാരാണ്. ആ പൗരബോധത്തിൽ നിന്നുകൊണ്ടൊന്ന് നോക്കിയേ. വാദിയും ജഡ്ജിയും ശിക്ഷകനും ഒക്കെ ഒരാളായിട്ട് മാറുക എന്ന് പറയുന്നത് അതിഭീകരമായൊരു സാമൂഹ്യ അവസ്ഥയാണ്. ഈ സിനിമയിലൊക്കെ ചില നായകന്മാർ പറയില്ലേ, ഇവിടെ ജഡ്ജിയും കോടതിയും ആരാച്ചാരും ഒക്കെ ഞാനാണ് എന്നൊക്കെ പറയുമ്പോൾ അന്ന് നമ്മൾ കൈയടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അയാൾ പറഞ്ഞത് വിവരക്കേടാണ്, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ദ്രോഹമാണ് എന്ന് പറഞ്ഞ് ആ ഡയലോഗിനെ ആഘോഷിക്കുന്നതിൽ നിന്നും അൺലേൺ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. എന്നിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് അതേ കാര്യം തന്നെയാണ്. കാരണം ഈ കുറ്റം പറച്ചിൽ കേൾക്കുമ്പോഴേ മനുഷ്യന് അതിനോടൊരു ആസക്തി ഉണ്ട്. അതിൻ്റെ കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള വ്യക്തികൾ, അവരുടെ പൈസ, ഫെയിം, അവർക്ക് കിട്ടുന്ന അറ്റൻഷൻ, ഇതൊക്കെ അത് കിട്ടാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഉള്ളിൽ ഒരു കോൺസ്റ്റൻറ്റ് കമ്പാരിസൺ ഉണ്ടാക്കും. അത് അവരുടെ ഇൻസെക്യൂരിറ്റീനെ ട്രിഗർ ചെയ്യും. സിമ്പിളായിട്ട് പറയാം, എനിക്ക് ആരോടും അസൂയൊന്നുമില്ല, എല്ലാവരും നന്നായി ജീവിക്കുന്നു, ഞാൻ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുകയാണ് എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങളെക്കാൾ അടിപൊളിയായിട്ടുള്ള ഒരു കാറിൽ പോകുന്ന ഒരാളെ കാണുമ്പോൾ, അല്ലെങ്കിൽ വളരെ റിച്ച് ആയിട്ടുള്ള ഒരാളെ കാണുമ്പോൾ എന്ത് പൈസയാടോ, അല്ലെങ്കിൽ എന്ത് വണ്ടിയൊക്കെ അവൻ ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾ വെറുതെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കമ്പാരിസൺ നടക്കുന്നുണ്ടാണ്. അയാളുടെ വണ്ടി നിങ്ങളുടെ വണ്ടിയേക്കാൾ, അല്ലെങ്കിൽ നിങ്ങൾ ചുറ്റും നോക്കുന്ന ആളുകൾ നിങ്ങളുടെ ആവറേജിനേക്കാൾ കുറച്ചും കൂടി മോളിൽ നിൽക്കുന്നതുകൊണ്ട് എന്താണല്ലേ എന്ന് പറയുന്ന പോലത്തെ ഒരു തോന്നലുണ്ടാകുന്നത്. ഈ തോന്നൽ കുറച്ചും കൂടി അപ്പുറത്തേക്ക് പോവുകയും ഇതൊരു മോറൽ ജഡ്ജ്മെൻ്റ് ആയിട്ട് പുറത്തേക്ക് വരികയും ചെയ്യും. കാരണം ഈ ഗോസിപ്പ് എന്ന് പറയുന്നത് ഇതൊരു സോഷ്യൽ ഗ്ലൂ ആണ്. എന്ന് വെച്ചാൽ മനുഷ്യരെ എപ്പോഴും ചേർത്ത് നിർത്താൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു എലമെൻ്റാണ്. നമ്മൾ ഈ മനുഷ്യ ചരിത്രത്തിൽ തന്നെ എടുത്തു നോക്കാനാണെങ്കിൽ കുറ്റം പറച്ചിൽ, ഗോസിപ്പ്, അപവാദം പറയൽ, ഇതൊക്കെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാനും ആ ഗ്രൂപ്പിനെ നിലനിർത്താനും സഹായിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് പഴയ ചായക്കട, നാട്ടുകൂട്ടം പരിപാടികളൊക്കെ. പക്ഷെ പണ്ട് ചായക്കടയിലിരുന്ന് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു കമൻറ്റ് സെക്ഷനിൽ പോയിരുന്നിട്ടാണ് ചെയ്യുന്നത്. കാരണം അതാകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങേണ്ട കാര്യമില്ല, അവനവൻ്റെ വീട്ടിൽ ഇരുന്നിട്ട് ഒരു ചായക്കടയിൽ ഇരുന്ന് സംസാരിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങളൊക്കെ ആവാം. ചിലപ്പോൾ സ്വന്തം മുഖം പോലും വ്യക്തമാക്കേണ്ട കാര്യമില്ല. ഒരു നാട്ടുകൂട്ടം വിധി എഴുതിയിരുന്ന ആ സെയിം പരിപാടി ഇന്നിപ്പോൾ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇൻസ്റ്റഗ്രാം പേജുകളുടെ താഴെയൊക്കെ കാണാൻ പറ്റും. അങ്ങനെ
ഗോസിപ്പുകളായി, അപവാദം പറച്ചിലായി, കുറ്റം പറയലായി, താഴ്ത്തിക്കെട്ടലായി, ക്യാൻസലേഷനായി, അങ്ങനെ വളരെ പവർഫുൾ എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന, ഫെയിം കിട്ടിയിരുന്ന, അറ്റൻഷൻ കിട്ടിയിരുന്ന, ഒരുപാട് പൈസ ഉണ്ടാക്കിയിരുന്ന ഒരാൾ വീഴുന്നത് കാണുമ്പോൾ അത് തരുന്നൊരു പ്ലഷർ ഉണ്ടാവും. സൈക്കോളജിയിൽ ഇതിന് ഷോർട്ട് ആൻഡ് ഫ്രോഡ് എന്നാണ് പറയുക. ഈ വളരെ ഉയരത്തിലിരിക്കുന്ന ഒരുത്തം വീഴുന്നത് കാണാൻ മനുഷ്യന് സ്വാഭാവികമായ ഒരു രസമുണ്ട്. അതൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ആ രസം 10 ഇരട്ടിയായിരിക്കും. നമ്മുടെ സോഷ്യൽ മീഡിയ അൽഗോരിതം ആണെങ്കിൽ ഇതിന് ഏതാണ്ട് തീ ഇട്ട് കൊടുക്കണ പോലെ. നെഗറ്റീവ് കണ്ടന്റ് ഉണ്ടോ, കൂടുതൽ എൻഗേജ്മെന്റ് ഉണ്ടാവും. കൂടുതൽ അക്യൂസേഷൻസ് ഉണ്ടോ, കൂടുതൽ കമൻറ്റുകൾ ഉണ്ടാവും. വലിയ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയാൽ ഭയങ്കര റീച്ചും കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമൊക്കെ നമ്മുടെ ഈ ഒരു ആസക്തി ഇല്ലേ, ഷോർട്ട് ആൻഡ് ഫ്രോഡ്, ഈ ആസക്തിയെ മോണറ്റൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു പ്രത്യേകതയുണ്ട്. ഈ പോപ്പുലർ ആയിട്ടുള്ള ആളുകളില്ലേ, അവരെ നമ്മളൊരു പബ്ലിക് പ്രോപ്പർട്ടി ആയിട്ടാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രൈവസി അവരുടെ അവകാശമാണ്. എൻ്റെയും നിൻ്റെയും പ്രൈവസി നമ്മുടെ മാത്രം അവകാശമാണ്. പക്ഷേ അവരുടെ പ്രൈവസി അവരുടെ അവകാശമാണെന്നുള്ള കാര്യം നമ്മൾ മറക്കും. കാരണം അവർ പബ്ലിക് പ്രോപ്പർട്ടി ആണല്ലോ. അതുകൊണ്ടാണ് അവരുടെ ലീക്കായ ചാറ്റുകൾ എന്ന് പറഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലും പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവരുടെ പ്രൈവസി കയറി കളിക്കില്ല, എന്തൊരു മോശം പരിപാടിയാണ് കാണിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ച് ചോദിക്കാൻ തോന്നാത്തത്. അവരുടേതായി ഈ എക്സ്പോസിങ് നടത്തുന്ന ആളുകൾ പുറത്തുവിടുന്ന ചാറ്റുകൾ എന്ന് പറയുന്നത് അവരുടെ പ്രൈവസിയാണ്, അവരുടെ പ്രൈവറ്റ് സ്പേസിൽ മാത്രം നിൽക്കേണ്ട കാര്യമാണ്. കോടതി പോലും അതിന് പ്രത്യേക പരിഗണനയാണ് ഈ രാജ്യത്ത് കൊടുക്കുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയ കോടതിയിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. എന്നിട്ട് കാണിച്ചത് വൃത്തികേടല്ലേ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ചോദിച്ചിട്ടല്ലേ എന്നുള്ളതാണ് അവർ തരുന്ന ജസ്റ്റിഫിക്കേഷൻ. എവിടെ ചാറ്റിൻ്റെ ബാക്കി എവിടെ, നിങ്ങൾ കൂടുതൽ എക്സ്പോസ് ചെയ്യൂ എന്ന് പറയുന്ന കമൻസാണ് ഇവരുടെ കമൻറ്റ് ബോക്സിൽ മുഴുവൻ. എന്താണെന്നറിയോ, ഇതൊരു സോഷ്യൽ മീഡിയ പ്രോബ്ലം അല്ല, മനുഷ്യ സ്വഭാവത്തിൻ്റെ തന്നെ അടിസ്ഥാന പ്രശ്നമാണ്. സോഷ്യൽ മീഡിയ ഒരു കണ്ണാടിയിൽ നമ്മളത് വലുതായി കാണുന്ന പോലെ നമുക്കിങ്ങനെ കാണിച്ചു തരുന്നു. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഒരു കോടതിയായി കാണുന്ന ആളുകളില്ലേ, അവരുടെ സൈഡിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴേ ഈ നിയമവ്യവസ്ഥയോടുണ്ടാകുന്നൊരു നിരാശയുണ്ട്. കേസുകളൊക്കെ വർഷങ്ങളോളം ഇങ്ങനെ നീണ്ടുപോകുന്നു, അട്ടിയായി കെട്ടിക്കിടക്കുന്നു. ശക്തരും പണക്കാരുമായിട്ടുള്ള ആളുകളൊക്കെ എപ്പോഴും രക്ഷപ്പെടുന്നു, പാവപ്പെട്ടവൻ എന്നും കഷ്ടപ്പെടുന്നു എന്നൊക്കെയുള്ള ഒരുപാട് തോന്നലുകൾ അത് നമ്മുടെ മീഡിയയിൽ വരുന്ന വാർത്തകളിലൂടെയും സിനിമകളിലൂടെയും ഒക്കെ നമ്മുടെ ഉള്ളിൽ പതിഞ്ഞിരിക്കുന്ന ഒരു ആശയമാണ്. അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാരണം നിയമം എങ്ങനെയാണെന്നും കോടതികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ള ഒരു അജ്ഞതയാണ്. ആക്ച്വലി അറിവില്ലായ്മയാണെങ്കിലും ഈ സിനിമകളും മറ്റുമൊക്കെ കണ്ടത് നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ ഉറച്ചു പോയിട്ടുള്ളതുകൊണ്ട് നീതി ഒരുപാട് ലേറ്റായിട്ടേ കിട്ടുള്ളൂ. കോടതിയിൽ പോയി കഴിഞ്ഞാൽ ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നാണ്. അതും കൂടി ചേർത്ത് വെക്കുമ്പോൾ ഈ ഒരു തോന്നൽ ആദ്യമേ സീൽ ചെയ്ത് കഴിഞ്ഞു, കോടതി പോയാൽ നമുക്ക് നീതി കിട്ടില്ല. അതേസമയം സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഈ കാര്യം എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റെസ്പോൺസ് കിട്ടും. നമ്മൾ വിചാരിക്കുന്ന നീതിയാണെന്നാണ്. നീതിയല്ല, അതൊരു പ്ലഷറാണ്. അതായത് ഞാൻ ഇന്നൊരു അക്യൂസേഷൻ നടത്തി, ഇന്ന് തന്നെ ജഡ്ജ്മെൻറ്റ് നടക്കും. പിന്നെ എന്തിനു വെറുതെ കോടതി പോണേ? നമുക്കൊരു സപ്പോർട്ട് കിട്ടാൻ, ഒരു ഔട്ട്റേജ് ഉണ്ടാവാൻ, നമ്മുടെ ഇമോഷൻസിന് വാലിഡേഷൻ കിട്ടാൻ സെക്കൻഡ്സ് മതി. ഇതിലെ സംഭവം എന്താണെന്നറിയോ, നമുക്കൊരു അനീതി ഉണ്ടായി കഴിയുമ്പോൾ എന്നെ ഒരാൾ കേൾക്കാനുണ്ട്, എൻ്റെ ഭാഗം അംഗീകരിക്കുന്ന ആളുകളുണ്ട് എന്ന് പറയുന്ന ഒരു ഇമോഷണൽ വാലിഡേഷൻ ഉണ്ട്. അത് നമുക്ക് തരുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ കോടതി ഇരിക്കുന്നത് നമ്മുടെ ഇമോഷൻസ് കാണാനല്ല. അതുകൊണ്ട് തന്നെ തെളിവുകളെ അടിസ്ഥാനമാക്കി കോടതി കുറച്ച് സ്ലോയി പോകുന്നു. സോഷ്യൽ മീഡിയയിൽ ഇമോഷനാണ് എല്ലാം. പല ആളുകൾക്കും പരാതി പറയാനുള്ള, അതുമായിട്ട് ആ കേസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പവർ ഉണ്ടാവില്ല. അതിപ്പോൾ മണി പവർ ആണെങ്കിലും ആൾക്കാരുടെ സപ്പോർട്ടാണെങ്കിലും ഒക്കെ ഒരു ഘടകമാണ്. പിന്നൊരു സംഭവം, ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലാണെങ്കിലും ഒരു വിഷയത്തിനെ നമ്മളൊന്ന് ഊതിപ്പെരിപ്പിച്ച് കാണിച്ചാൽ, അല്ലെങ്കിൽ മീഡിയയിലേക്കോ സോഷ്യൽ മീഡിയയിലേക്കോ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു നോയ്സ് ഉണ്ടാവും. ഈ നോയ്സിൻ്റെ ഭാഗമായിട്ട് മുൻപ് പല കേസുകളും റീഓപ്പൺ ചെയ്യുകയോ അല്ലെങ്കിൽ കേസന്വേഷണങ്ങൾ ത്വരിതഗതിയിലാവുകയോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പാസ്റ്റ് എക്സാമ്പിൾസ് വെച്ച് നോക്കുമ്പോൾ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നതാണ് നല്ലത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇങ്ങനെ ആളി കത്തിക്കട്ടെ, ഒരു വലിയ ചർച്ചയായി മാറട്ടെ, അപ്പോൾ എനിക്ക് പെട്ടെന്ന് നീതി കിട്ടും എന്ന് പറയുന്ന ആ തോന്നൽ ഈ പാസ്റ്റ് എക്സാമ്പിൾസ് വെച്ചിട്ട് ഫീൽ ചെയ്യും. ഇത്തരം ഉദാഹരണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നോയ്സ് ഉണ്ടാക്കിയാൽ ഇത് ഫലം ചെയ്യും എന്നുള്ള ഒരു മുൻധാരണയുണ്ട്. മാത്രമല്ല ഈ നോയ്സിൻ്റെ കൂടെ കമൻറ്റ് ബോക്സിൽ വരുന്ന നിങ്ങൾക്ക് ഞാനുണ്ട് കൂടെ, നിങ്ങളാണ് ശരി എന്ന് പറയുന്ന കമൻസ് ഒക്കെ കാണുമ്പോൾ ഇമോഷൻസ് വാലിഡേറ്റ് ചെയ്യപ്പെടും. ഇമോഷൻസിന് വാലിഡേഷനാണ് ആവശ്യം, വേർഡിക്റ്റ് അല്ല. നീതി കിട്ടുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഒറ്റപ്പെട്ടവനല്ല, നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു എന്നൊരു തോന്നൽ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ കോടതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെളിവ്, സത്യം ഇതൊക്കെയാണ് അന്വേഷിക്കുക. പക്ഷേ സോഷ്യൽ മീഡിയ അല്ല കോടതി എന്നുള്ളൊരു ധാരണയിലേക്ക് നമ്മൾ വരണം. കാരണം സോഷ്യൽ മീഡിയയിൽ എവിഡൻസ് ചെക്ക് എന്ന് പറയുന്ന പരിപാടിയില്ല. ഫാൾസ് അക്യൂസേഷൻ, അതായത് തെറ്റായ കുറ്റാരോപണങ്ങൾ നടക്കാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. ആൻഡ് ഈ സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന ഡാമേജ് ഭൂരിഭാഗം കേസുകളിലും ഇറിവേഴ്സിബിളാണ്. നമുക്ക് ആ ഡാമേജിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റില്ല. ഒരു ഡാമേജ് ഉണ്ടായാൽ അത് പെർമനൻ്റ് ആണ്. കാരണം കുറ്റം പറയുന്ന വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യും. പക്ഷേ കുറ്റം പറഞ്ഞാൽ അതെനിക്ക് തെറ്റിപ്പോയി കേട്ടോ, എനിക്കൊരു തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിച്ചതാണെന്ന് കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്ത ആൾ തന്നെ പോസ്റ്റ് ചെയ്താലും അത് ആരും കാണില്ല. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ നടപ്പിലാവുന്നത് മോബ് ജസ്റ്റിസ് ആണ്, ആൾക്കൂട്ട നീതിയാണ്. ആൾക്കൂട്ട നീതി അല്ല. ആക്ച്വലി സോഷ്യൽ മീഡിയ കോടതിയായി മാറുന്നുണ്ടെങ്കിൽ
അതൊരു പരാജയത്തിൻ്റെ ലക്ഷണമാണ്. സോഷ്യൽ മീഡിയ നമ്മൾ വാർത്തകൾ പങ്കിടാനുള്ളൊരു സ്ഥലം മാത്രമല്ല, വേറെ പല കാര്യങ്ങളുമാണ്. പക്ഷെ അതൊരിക്കലും ഒരു കോടതിയാവില്ല, ഒരു ശിക്ഷാലയമാവില്ല, അല്ലെങ്കിൽ ആവരുത്. ഒരു ആരോപണം, ഒരു പോസ്റ്റ്, ഒരു കമൻറ്റ്, ഈ ഓരോ കാര്യങ്ങളും ഒരാളുടെ മാനസികാരോഗ്യത്തിലും ജീവിതത്തിലും സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള മനോഭാവത്തിലും വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിക്കുന്നത്. നീതി വേണം എന്ന് പറയുന്നൊരാഗ്രഹം അത് ന്യായമാണ്. പക്ഷെ ആ നീതി ഒരാൾക്കൂട്ടത്തിൻ്റെ ക്രൂരതയായി മാറുന്ന നിമിഷം അവിടെ നമ്മളെല്ലാവരും പരാജയപ്പെടുകയാണ്. ആരോപണം ഉന്നയിക്കുന്ന ആളാണെങ്കിലും അത് നേരിടുന്ന ആളാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും എല്ലാവരും മനുഷ്യരാണ്. അവകാശങ്ങളുള്ള എന്നാൽ മാനസികമായി നിസ്സഹായരായേക്കാവുന്ന മനുഷ്യർ. വ്യക്തിയെ ഇല്ലാതാക്കുന്ന നീതിയല്ല. പ്രൈവസി ഇല്ലാതാക്കുന്ന സത്യാന്വേഷണങ്ങളും നീതിയല്ല. ഇന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ആൾക്കൂട്ടത്തിൻ്റെ ശബ്ദമല്ല, മനുഷ്യത്വത്തിൻ്റെ മനസ്സാണ്. നമുക്ക് നീതി വേണം, പക്ഷേ മനുഷ്യത്വത്തെ കൊല്ലാതെ അത് നേടിയെടുക്കണം. ഇത് കാണുന്ന ആൾക്കാരില്ലേ, അവരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത്. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണോ, വിനോദത്തിന് വേണ്ടിയാണോ, അതൊരു ആരോപണം മാത്രമാണോ? നമ്മൾ ആദ്യമേ ഒരു കണ്ടന്റിനെ ക്ലാസിഫൈ ചെയ്യണം. അലിഗേഷൻ ഒരിക്കലും ഫാക്റ്റ് അല്ല, ഇമോഷൻസ് ഒരിക്കലും എവിഡൻസ് ആവില്ല, റീലിൽ കാണുന്ന എല്ലാം സത്യമല്ല. അങ്ങനെ കണ്ടന്റിനെ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൺഫ്യൂഷൻ കുറയും. അതിന് അനാവശ്യമായി ഈ അൽഗോരിതത്തിന് ഫീഡ് ചെയ്യുന്ന പരിപാടിയും കുറയ്ക്കാം. ഞാൻ പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടന്റ്, ഒരു ആരോപണം കാണുന്ന സമയത്ത് പ്രൂഫ് ചോദിക്കുക, നമ്മളായിട്ട് അന്വേഷിക്കുക. ഇനി അതല്ല ഒരാളൊരു സാധനം പുട്ടപ്പ് ചെയ്യുകയാണെങ്കിൽ പ്രൂഫ് ചോദിക്കുക. പക്ഷെ അവിടെ നമ്മൾ പ്രൈവസി ലംഘിക്കരുത്. കൂടുതൽ ചാറ്റുകൾ ലീക്ക് ചെയ്യൂ, കൂടുതൽ എക്സ്പോസ് ചെയ്യൂ എന്നൊക്കെ നമ്മൾ ആവശ്യപ്പെടുന്ന മൊമെൻ്റ് തൊട്ട് നമ്മളും ഒരു എത്തിക്കൽ ലൈൻ ക്രോസ് ചെയ്യുകയാണ്. ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യും. നല്ലോണം ഒന്ന് നിവർന്നിരുന്ന് കുറച്ച് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് കുറച്ച് ശ്വാസം പുറത്തേക്ക് വിട്ട് ഒരു 10 സെക്കൻഡ് ഇരുന്ന് ആലോചിക്കുക. ഒരു 3 ചോദ്യങ്ങൾ സ്വന്തമായി അവനവൻ്റെ ഉള്ളിൽ തന്നെ ചോദിക്കുക. നമ്മൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുള്ള ആ പെർട്ടിക്കുലർ ഇഷ്യൂ, അത് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ തമ്മിൽ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് പേഴ്സണലി ഡിസ്കസ് ചെയ്ത് തീർക്കാമായിരുന്ന ഒരു വിഷയമാണോ? ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് വഴിയോ ഇതിൽ റിയാക്ട് ചെയ്യുന്നത് വഴിയോ മറ്റൊരാളെ തകർക്കാൻ അത് ഇടയാക്കുമോ? അതിപ്പോൾ മെൻ്റലിയും ആവാം, ഫിസിക്കലിയും ആവാം. മറ്റൊരാളെ മെൻ്റലി ഫിസിക്കലി തകർക്കാൻ എൻ്റെ ഇൻട്രാക്ഷൻ ഒരു കാരണമാവുമോ? ഞാൻ ഈ കണ്ടിട്ടുള്ള വീഡിയോ ഇത് നീതിക്ക് വേണ്ടിയാണോ, അതോ ജസ്റ്റ് അവരുടെ ഉള്ളിലുള്ളത് അവർ വെൻറ്റ് ചെയ്യുന്നതാണോ? ഈ 3 ചോദ്യങ്ങളും ഉള്ളിനുള്ളിൽ ചോദിച്ചു കഴിയുമ്പോൾ റിയാക്റ്റ് ചെയ്യണം, ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അറിയണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. പക്ഷേ ഈ മോറൽ സുപ്പീരിയോറിറ്റി ട്രാപ്പ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇങ്ങനെ വീഡിയോ ഇടുന്ന ആൾക്കാർക്ക്, ഞാൻ വീഡിയോ ഇട്ടു, എല്ലാവരും ഇത് അംഗീകരിക്കുന്നു, ശരി, ഞാനാണ് ശരി, ഞാൻ മാത്രമാണ് ശരി, നമ്മളതിൻ്റെ താഴെ പോയി ഇവനെയൊക്കെ ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇവനെയൊക്കെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം എന്നുള്ള കമൻറ്റ് ഇടുമ്പോൾ ഒരുപാട് ലൈക്കൊക്കെ വരുന്ന സമയത്ത് ഞാനാണ് ശരി, എന്നെ എല്ലാവരും അംഗീകരിക്കുന്നു, ഞാൻ മാത്രമാണ് ഇവിടെ ശരി എന്ന് പറയുന്ന ഒരു മോറൽ സുപ്പീരിയോറിറ്റി ട്രാപ്പിലേക്ക് നമ്മൾ തന്നെ വീണുപോകും. ആദ്യമേ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, റിയാലിറ്റി മിക്കപ്പോഴും ഗ്രേ ആണ്. ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ചെയ്തിട്ടുള്ള കണ്ടൻറ് ക്രിയേറ്റർ നിങ്ങൾക്ക് പൂർണ്ണമായും അറിയാവുന്നൊരു വ്യക്തിയൊന്നും ആയിരിക്കില്ല. ഈ ഞാൻ ഉൾപ്പെടെ, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഇട്ടാലും നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം, നിങ്ങളുടെ ബ്രെയിൻ ഉപയോഗിക്കണം. സോ ഈ കണ്ടൻറ് ക്രിയേറ്ററിനെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അറിയില്ല, അക്യൂസിനെ നിങ്ങൾക്ക് നേരിട്ടറിയില്ല, അയാൾ ഇതുവരെ നിങ്ങളുടെ ശത്രു ആയിട്ടില്ല. പക്ഷേ നിങ്ങൾക്കറിയാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായും അറിയാത്ത ഒരു കണ്ടൻറ് ക്രിയേറ്റർ ഒരാളെ അക്യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അയാളെ ശത്രുസ്ഥാനത്ത് കാണാൻ ആരംഭിക്കുകയാണ്. അവിടെയാണ് നിങ്ങൾ ബ്രേക്ക് ഇടേണ്ടത്. കണ്ടൻറ് ക്രിയേറ്റർ നിങ്ങൾക്കറിയാത്തൊരു വ്യക്തിയാണ്, ഇതിൽ അക്യൂസ് ചെയ്യപ്പെട്ട വ്യക്തി നിങ്ങളുടെ ശത്രുവല്ല. ഈ ഒരു ഡിസ്റ്റൻസ് ഇല്ലേ, ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള സ്പേസാണ്, തലച്ചോറ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. അത് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ, ഒരാളുടെ ഒരു വീഡിയോ കാണുമ്പോൾ അയാളെ നിങ്ങൾ ശത്രുവായി അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ, പൊന്നു സുഹൃത്തെ, നിങ്ങൾ ചിന്തിക്കുന്നില്ല, നിങ്ങൾ ഇമോഷണലി മാനിപ്പുലേറ്റഡ് ആണ്, യു ആർ ഇൻഫ്ലുവൻസ്ഡ്. സിമ്പിൾ സജഷനാണ്, ഒരു മെൻ്റൽ ഹൈജീൻ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ കൺസംഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരു റീല് സ്വൈപ്പ് ചെയ്യുമ്പോൾ അടുത്ത റീല് മറ്റൊരാളെ ഞാൻ കണ്ടെത്തി, ഇപ്പുറത്തെ ഒരു റീലിലേക്ക് വരുമ്പോഴേക്കും അവിടെ അവൻ്റെ ചാറ്റ് ഞാൻ പൊക്കിയിട്ടുണ്ട്, ഇപ്പുറത്ത് വരുമ്പോഴേക്കും അയാൾ പണ്ട് കട്ടുമുടിച്ചവനാണ്. ഇങ്ങനെ അക്യൂസേഷൻസും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കണ്ടിന്യൂസ് ആയി ഇതിങ്ങനെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. ഒരു ടൈം ലിമിറ്റ് വെക്കുക. ചിലപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റോറി, ഈ പറയുന്ന എക്സ്പോസിങ് കണ്ടൻറ്റ് എന്തെങ്കിലും ഒന്ന് നമ്മളെ ട്രിഗർ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസിനെ ട്രിഗർ ചെയ്ത് നമ്മളും വേറൊരു ചിന്തയിലേക്ക് പോകും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ റിയാലിറ്റിയിലേക്ക് വരാൻ തുടങ്ങും. ഒരു കാര്യമില്ലാതെ, ഒരു ബന്ധമില്ലാത്ത ആളെയൊക്കെ നമ്മൾ വെറുക്കാനും കൂടുതൽ സ്നേഹിക്കാനും ഒക്കെ തുടങ്ങുന്ന അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അങ്ങനെ നമ്മുടെ ഇമോഷൻസിനെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോൾ അതിനെ മ്യൂട്ട് ചെയ്യാം, ബ്ലോക്ക് ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ക്ലീൻ ആവാൻ വേണ്ടി ഒരു ഡയറ്റ് എടുക്കുന്നത് പോലെയാണ്. മനസ്സിന് ഗുണകരമല്ലാത്ത എന്നാൽ ദോഷം ചെയ്യുന്ന, നമ്മളെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക. റിയൽ ജസ്റ്റിസ്, നമുക്ക് കോടതിയിൽ നിന്ന് കിട്ടുന്ന ആ നീതി, അതിനെയും ഈ പബ്ലിക് ഷെയ്മിങ്ങിനെയും തിരിച്ചറിയണം. ഇവിടെ
ഒന്നും സംഭവിക്കുന്നില്ല, ആർക്കും ഇവിടെ നീതി കിട്ടുന്നില്ല. ഒരാളെ ഷെയിം ചെയ്ത് കുറ്റക്കാരനാക്കി മോശക്കാരനാക്കി ചിത്രീകരിക്കുക എന്നുള്ളത് മാത്രമേ നടക്കുന്നുള്ളൂ. റിയൽ ജസ്റ്റിസ് ഇപ്പുറത്ത് നിൽക്കുകയാണ്. ഇതും ഈ പബ്ലിക് ഷെയിമിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം. നിയമം ചിലപ്പോൾ സ്ലോ ആയിരിക്കും, മോബ് ആൾക്കൂട്ടം ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും, പക്ഷേ സ്പീഡ് ഇസ് നോട്ട് ഈക്വൽ ടു ജസ്റ്റിസ്. നമ്മൾ എന്താണോ കണ്ടിന്യൂസ് ആയിട്ട് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഒരു പക്ഷേ അതായി തീരാനുള്ളൊരു സാധ്യതയുണ്ട്. യു ആർ വാട്ട് യു ഈറ്റ് എന്ന് പറയുന്ന പോലെ നിങ്ങൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വ രൂപീകരണത്തിനെ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനൊക്കെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. ഈ എക്സ്പോസിങ് കൾച്ചർ ഇങ്ങനെ ഭയങ്കരമായിട്ട് നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം പ്രൈവസി ഏറ്റവും നിരുത്തരവാദപരമായി കൈകാര്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ പ്രൈവസിയെ കൊണ്ടു നടക്കുന്നത് അങ്ങനെയാണ്. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ, നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ സംരക്ഷിക്കാൻ എന്ത് വിലയും കൊടുക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുക. എന്ത് വില കൊടുത്തു എൻ്റെ പ്രൈവസി എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം. പക്ഷേ അപ്പുറത്തെ സൈഡിൽ കുറച്ച് ആളുകൾ നമ്മുടെ പ്രൈവസിക്ക് ഒരു വിലയും തരാതിരിക്കുകയാണ്. നമ്മൾ ന്യൂസ് ചാനലുകളെ കുറിച്ച് പറയും നമ്മുടെ പ്രൈവസിയാണ് അവരുടെ പ്രൈം ടൈം എന്ന് പറയുന്നത് പോലെയാണ് സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ് ചെയ്യാൻ നടക്കുന്ന ആളുകൾ. അവർ ബാക്കിയുള്ളവരുടെ പ്രൈവസിയാണ് അവരുടെ വരുമാനം അല്ലെങ്കിൽ അവരുടെ ഫെയിം എന്ന് പറയുന്നത്. അതിന് പുല്ല് വിലയാണ് കൊടുക്കുന്നത്. ഈ പരിപാടിയിൽ സ്ക്രീൻഷോട്ടുകളാണ് തെളിവ്, ലീക്ക് ചെയ്യുക എന്നുള്ളതാണ് ധൈര്യത്തിൻ്റെ അളവുകോൽ എന്നുള്ള രീതിയിലേക്ക് മാറുന്നു. അതായത് ഒരാളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പബ്ലിക് ആക്കുമ്പോൾ നീതി നിർവഹിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാക്കുകയാണ്. ഇത് പ്രൈവസി വയലേഷനാണ് എന്നുള്ളത് ആൾക്കാർ ചിന്തിക്കുന്നില്ല. അവൻ തെറ്റുകാരനാണ്, അതുകൊണ്ട് ഞാൻ ചാറ്റ് ലീക്ക് ചെയ്യും, അതിലിപ്പോൾ എന്താ തെറ്റ് എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. എടോ, ഈ നാട്ടിലെ കോടതി പോലും അങ്ങനെ പറയുന്നില്ല. നിങ്ങളൊരു പക്ക ക്രിമിനൽ ആണെങ്കിലും നിങ്ങളുടെ ചാറ്റുകൾ, നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് നിങ്ങളുടെ പ്രൈവസിയാണ്, അത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം എന്നാണ് ഇവിടെ നിയമം അനുശാസിക്കുന്നത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താ? അയാൾ തെറ്റുകാരനാണ്, അതുകൊണ്ട് അവൻ്റെ പ്രൈവസിക്കൊന്നും ഇവിടെ ഒരു വിലയും കൊടുക്കേണ്ട കാര്യമില്ല. അതായത് പ്രൈവസി എന്ന് പറയുന്നത് ഒരു കണ്ടീഷണൽ റൈറ്റ് ആയിട്ട് മാറുകയാണ്. എടോ, നമ്മുടെ ബർത്ത് റൈറ്റ് പോലെ നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യമാണ്. ഞങ്ങളുടെ കണ്ടീഷനൊക്കെ അനുസരിച്ച് നിൽക്കാത്തടത്തോളം അവൻ്റെ പ്രൈവസിക്ക് ഇവിടെ ഒരു വിലയും വേണ്ട എന്നൊരു ആൾക്കൂട്ടം തീരുമാനിക്കുന്നു. മാത്രമല്ല ഈ സോഷ്യൽ മീഡിയ കോടതിയുടെ ഒരു പ്രത്യേകത, അവർക്ക് ഭയങ്കര പ്രൂഫ് കിട്ടാനുള്ള ഭയങ്കരമായ ആക്രാന്തമാണ്. ആദ്യം വേർഡ്സിൽ അവതരിപ്പിക്കുന്നു, ഒരാളുടെ വാക്കുകളിൽ അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത് എഴുതി കാണിക്കുന്നു, പിന്നെ അതിൽ കുറച്ച് ഇമോഷൻസ് വരുന്നു. അപ്പോൾ ആദ്യം വാക്കുകളിൽ വായിച്ചിരുന്ന ഈ ഇമോഷൻസിലൊക്കെ ഊർജ്ജം ഉൾക്കൊണ്ടിരുന്നതെന്ന് മാറിയിട്ട് ഇനിയും വേണം എന്ന് പറയുന്നൊരു തോന്നൽ വരും. അപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസ്, ചാറ്റുകൾ, സ്ക്രീൻഷോട്ടുകൾ, ഇതൊക്കെ ഇവിടെ വെപ്പണൈസ് ചെയ്യപ്പെടുന്നു. മെയിൻ പ്രശ്നം ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്ന സാധനം ഇല്ല. ആർക്കും അറിയില്ല ഈ പ്രൈവറ്റ് ചാറ്റ്സ് ഒക്കെ ഷെയർ ചെയ്യുന്നത് ഇന്ത്യയിൽ വലിയൊരു കുറ്റമാണ്. കൺസെന്റ് ഇല്ലാതെ ആളുകളുടെ സ്ക്രീൻഷോട്ടുകൾ പുറത്തു വിടുക എന്ന് പറയുന്നത് ഡിഫമേഷന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. പക്ഷേ സോഷ്യൽ മീഡിയ കോടതി പേജ് ആയിട്ടുള്ള ഒരാൾ ഒരു ചാറ്റ് പുറത്തു വിടുന്നു, ജനങ്ങൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, എൻകറേജ് ചെയ്യുന്നു, കൂടുതൽ പ്രൂഫ് തരുമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ ഡിമാൻഡ് ഉള്ളപ്പോൾ ഞാൻ സപ്ലൈ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൂടുതൽ ഈ പറയുന്ന എക്സ്പോസിങ് പരിപാടികൾ അല്ലെങ്കിൽ പ്രൈവസി ഇൻഫ്രിഞ്ച്മെന്റ് നടത്തുന്നു. ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഡീപ്പായിട്ടുള്ള ഇമ്പാക്ട്സിനെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന എക്സ്പോസിങ് കൾച്ചർ, അത്തരം കണ്ടന്റുകൾ സ്ഥിരമായി കൺസ്യൂം ചെയ്യുന്നത് വഴി ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന കാര്യമില്ലേ, ഇത് കംപ്ലീറ്റ്ലി ബ്രേക്കായി പോകും. നമുക്ക് വേറൊരാളെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തും. പേഴ്സണൽ റിലേഷൻഷിപ്പുകൾ നമുക്ക് അൺസേഫ് ആയി തുടങ്ങും. എന്ന് വെച്ചാൽ ഞാനൊരാളെ വിശ്വസിച്ച് പറയുന്ന കാര്യം നാളെ എക്സ്പോസ് ചെയ്യില്ലെന്ന് ആര് കണ്ടു? നമ്മൾ ഇന്ന് ചിലപ്പോൾ പോപ്പുലർ ആയിരിക്കില്ല, ചിലപ്പോൾ വലിയ പണക്കാരനായിരിക്കില്ല, നാളെ ആയേക്കാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു നല്ല സുഹൃത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലാവുക? അതൊക്കെ അൺസേഫ് ആണ് എന്ന് പറയുന്ന ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കാൻ തുടങ്ങും. വളരെ ഓണസ്റ്റായി ഉള്ളു തുറന്നുള്ള കമ്മ്യൂണിക്കേഷൻസിന് ആളുകൾ ഭയപ്പെടും. അത് ചിലപ്പോൾ ഇല്ലാണ്ടായി എന്ന് വരും. ഈ ഭയത്തിലൂന്നിയുള്ളൊരു സൊസൈറ്റി ആയിട്ട് നമ്മൾ മാറിപ്പോയേക്കാം. ബ്ലാക്ക് മെയിൽ കൾച്ചർ, അതാണ് മെയിൻ സാധനം. അതായത് ഇങ്ങനെയുള്ള ചില പേജുകളെ കുറിച്ചെങ്കിലും ഞാൻ കേട്ടിട്ടുള്ള കാര്യം, കുറച്ച് പൈസ കൊടുത്ത് 2-3 സ്ക്രീൻഷോട്ടും പരിപാടിയും കൊടുത്ത് അവരൊരു വീഡിയോ അടിച്ചിറക്കിക്കോളും. അതിൻ്റെ ഭാഗമായിട്ട് അവരാർക്കെതിരെയാണോ ഈ പറഞ്ഞ കണ്ടന്റ് ചെയ്തിട്ടുള്ളത് അയാൾ കഷ്ടപ്പെട്ടോളും എന്ന് പറയുന്ന ഒരു രീതിയാണ്. ഇത് ഹാഫ് ട്രൂത്ത് ആണ് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഈ കണ്ടന്റിനാൽ ബാധിക്കപ്പെട്ടിട്ടുള്ള ആൾ കേസൊക്കെ കൊടുത്ത് വരുമ്പോഴേക്കും ഉണ്ടാക്കാനുള്ള ഡാമേജ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഒരു ത്വരയുണ്ടല്ലോ, ഇത് ഞാൻ എക്സ്പോസ് ചെയ്യുന്നിന്നെ എന്ന് പറയുന്ന രീതിയിൽ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഒരു ത്വരയും അതിൽ നിന്ന് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാക്കാനുള്ള ആൾക്കാരുടെ തോന്നലുകളൊക്കെ വർദ്ധിച്ചേക്കാം. നിങ്ങൾ ഇന്ന് കാണുന്നത് ഒരു പരിചയമില്ലാത്ത ഒരാളുടെ ചാറ്റ് ലീക്കാവുന്നതാണെങ്കിൽ നാളെ നിങ്ങളുടെ വോയിസ് നോട്ട് ലീക്കാവുന്നതും കണ്ടേക്കാം. അതുകൊണ്ട് പ്രൈവസി എന്ന് പറയുന്നത് ഒരു പ്രിവിലേജ് അല്ല, അത് നമുക്ക് നിയമപരമായി കിട്ടിയിട്ടുള്ള അവകാശമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ചിലപ്പോൾ ഇവർ ഉന്നയിക്കുന്ന ആരോപണം അത് ശരിയായിരിക്കാം, പക്ഷേ ആ ആരോപണത്തിൽ നിന്നുകൊണ്ട് നീതി ലഭിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോഴും നീതിക്ക് വേണ്ടി പ്രൈവസിയെ ഹനിക്കാനുള്ള അവകാശമൊന്നും ഇവിടെ ആർക്കും ഇല്ല. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, ആ പ്രശ്നത്തിനെ കുറിച്ച് ഒരാളൊരു റീലോ അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തോട്ടെ. പക്ഷേ തെളിവുകളായി മറ്റൊരാളുടെ പ്രൈവസിയെ ഹനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണുള്ളതെങ്കിൽ നിങ്ങൾ കോടതിയിലേക്ക് പോകൂ. അത് കോടതിക്ക് അറിയാം എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളത്.
കോടതി പോലും എത്ര വലിയ ക്രിമിനൽ ആണെങ്കിലും അയാളുടെ പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് ഡീൽ ചെയ്യേണ്ട രീതിക്കാണ് ഡീൽ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ ഇത്തരം കാര്യങ്ങളെ വളരെ നിരുത്തരവാദപരമായിട്ടാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. പഴയൊരു സിനിമ ഡയലോഗ് കടമെടുത്തുകൊണ്ട് ഒന്ന് മോഡിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ, പ്രൈവസി മരിച്ചിട്ടൊന്നുമില്ല, പക്ഷേ നമ്മളായിട്ട് ഇവിടെ പ്രൈവസിയെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് പോസ്റ്റ് ചെയ്യുന്ന ഇത്തരം കണ്ടന്റ് ഉണ്ടാക്കുന്ന ആളുകളുടെ അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് കൂടി നമ്മൾ സംസാരിക്കണമല്ലോ. ഇനിഷ്യലി അവർക്കൊരു വാലിഡേഷൻ കിട്ടും, അവരൊരു നല്ല കാര്യമാണ് ചെയ്യുന്നത്, ഇതൊക്കെ തുറന്നു പറയാൻ ഇവിടെ ആരെങ്കിലുമൊക്കെ വേണ്ടേ, നമ്മുടെ മാധ്യമങ്ങളൊക്കെ ആവശ്യമില്ലാത്ത വാർത്തകൾക്ക് പിന്നാലെ പോകുമ്പോൾ നിങ്ങളല്ലേ ഉള്ളൂ ഇതൊക്കെ ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കിട്ടുന്നൊരു അപ്രിസിയേഷൻ അത് വളരെ വലുതാണ്. സ്വാഭാവികമായും ഈ സപ്പോർട്ടേഴ്സിൻ്റെ കമൻറ്റൊക്കെ കാണുമ്പോൾ ഞാനാണ് ശരി എന്നൊരു തോന്നലുണ്ടാവും. ഞാനാണ് ശരി എന്ന തോന്നലിൽ നിന്ന് ഞാൻ മാത്രമാണ് ശരി എന്ന തോന്നലിലേക്ക് പോകാൻ അധിക സമയമൊന്നും എടുക്കില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇവർക്കെതിരെയും ഹെയ്റ്റ് ക്യാമ്പയിൻസ് ഉണ്ടാവും. പിന്നെ ഇങ്ങനെ എക്സ്പോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നാട്ടുകാരെ കുറിച്ച് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിൽ പല ആളുകളും തിരിച്ച് ലീഗലി അതിനെ കൈകാര്യം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കും. അപ്പോൾ ഒരു ലീഗൽ സൈഡിൽ നിന്ന് വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടുള്ളൊരു ഫിയർ അവരുടെ ഉള്ളിലുണ്ടാവാം. ഒരു തരം ഗിൽറ്റ് ഉണ്ടാവാനുള്ളൊരു സാധ്യത, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോ, ഒരു സെൽഫ് ഡൗട്ടിലേക്ക് വരാം, ഒരു ബാക്ക്ലാഷിലേക്ക് വരാം. അതിവരെ ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ നെഗറ്റീവ് കണ്ടന്റ് തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു മെൻ്റൽ ഫറ്റീഗ് ഉണ്ടാവും. അവർ പോലും അറിയാതെ അവർ തളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന പോലെ. അതുപോലെ ഒരു ഡീസെൻസിറ്റൈസേഷൻ ഉണ്ട്. അതായത് ഈ വയലൻസ് സിനിമകൾ ആവർത്തിച്ച് കാണുമ്പോൾ നമ്മൾ പറയും, പിന്നീട് അങ്ങോട്ട് വളരെ ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും ഫീൽ ചെയ്യാത്തൊരവസ്ഥയിലേക്ക് വരും എന്ന് പറയുന്ന പോലെ ഇങ്ങനെയുള്ള ഈ ആളുകളെ എക്സ്പോസ് ചെയ്യുന്ന, ആളുകളെ വളരെ മോശം മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുന്ന കണ്ടന്റുകൾ കണ്ടിന്യൂസ് ആയി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിലൊന്നും ഒരു കാര്യമില്ല, ഇതൊന്നും ഒരു കുഴപ്പമില്ല, എനിക്ക് ഇനിയും വേണം എന്ന് പറയുന്ന പോലെ ഈ മോശം കാര്യങ്ങൾ കാണുമ്പോൾ ഉണ്ടാവേണ്ട ഒരു ഇമോഷൻ നമുക്ക് ഉണ്ടാവാത്തൊരവസ്ഥയിലേക്ക് വരും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാവരും മോശമാണ് എന്ന് പറയുന്ന ഈ ലോകത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് തന്നെ ഡെവലപ്പാവും. പക്ഷേ ഏറ്റവും ഡേഞ്ചർ നമ്മൾ നേരത്തെ പറഞ്ഞ ആരോപണ വിധേയരാകുന്ന ആളുകളാണ്. അവരെ കാത്തിരിക്കുന്ന മാനസികാവസ്ഥ അതിഭീകരമാണ്. ആങ്സൈറ്റി, ഡിപ്രഷൻ, പാനിക് അറ്റാക്ക്, സ്ലീപ്പ് ഡിസോർഡേഴ്സ്, ഐസൊലേഷൻ, ഷെയിം, ഐഡൻറ്റിറ്റി കൊളാപ്സ്. ഞാൻ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യനേ അല്ല, ഞാനൊരു വില്ലനാണ് എന്ന് പറയുന്ന തോന്നൽ ഇങ്ങനെ ഉള്ളിലുണ്ടായി തുടങ്ങുമ്പോൾ അതൊരു സൂയിസൈഡൽ അറ്റംപ്റ്റിലേക്ക് വരെ നയിച്ചേക്കാം. കമൻറ്റ് ചെയ്യുന്ന, ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്കൊരു മോറൽ സുപ്പീരിയോറിറ്റി ഫീൽ കിട്ടും. പിന്നെ പല ആൾക്കാരും ഇത് മറ്റേ ആങ്കർ ഔട്ട്ലെറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ദേഷ്യം മുഴുവൻ കൊണ്ടുവന്ന് ഡംപ് ചെയ്യാണ്. വേറെ എവിടെയൊക്കെയോ ജീവിതത്തിൽ നമുക്ക് എത്താൻ പറ്റാത്തതിൻ്റെ, നേടാൻ പറ്റാത്തതിൻ്റെ, അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബോസിൻ്റെ വായിന്ന് കേട്ട ചീത്ത അടക്കം ഉള്ളിലുള്ള ദേഷ്യം മുഴുവൻ കൊണ്ടുവന്ന് കൊട്ടാനുള്ളൊരു സ്ഥലമായിട്ട് സോഷ്യൽ മീഡിയയിലെ ഇത്തരം കണ്ടൻറ്റുകളുടെ കമൻറ്റ് ബോക്സുകളെ അവർ സ്വീകരിക്കും. പിന്നെ എന്തെങ്കിലും ഇങ്ങനെ മറ്റൊരാളെ മോശമായി പറയുന്നതിൻ്റെ ഭാഗമാകുമ്പോൾ കുറേ ലൈക്കുകളൊക്കെ വരും. അതിൽ നിന്ന് കിട്ടുന്നൊരു ഡോപ്പമിൻ ഹൈ ഉണ്ട്. എമ്പതി എന്ന് പറയുന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇല്ലാണ്ടാവും. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ ക്രൂരത നോർമലായിട്ട് മാറും. സ്വന്തം ജീവിതത്തിലെ ഫ്രസ്ട്രേഷൻ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയിട്ട് ഈ എല്ലാവരുടെയും ഈ പറയുന്ന ഫ്രസ്ട്രേഷൻസ് ആണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇതുണ്ടാക്കുന്നൊരു കളക്റ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. അത് നമ്മളൊരു മോബ് കൾച്ചറിലേക്ക് കൊണ്ടെത്തിക്കും. നമ്മുടെ കമ്മ്യൂണിക്കേഷൻസൊക്കെ ഫിയർ ബേസ്ഡ് ആയിട്ട് മാറും. വിശ്വാസങ്ങൾ എന്ന് ഞാൻ പറയില്ല, വിശ്വാസ്യത തകർന്നു വീഴുക, ഇമോഷണൽ വയലൻസ് വളരെയധികം നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഇതിലേറ്റവും ഡേഞ്ചർ എന്താണെന്നറിയോ? എല്ലാവരും വിശ്വസിക്കും ഞാൻ നിൽക്കുന്ന വശമാണ് ശരി, ഞാനാണ് റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾ, ബാക്കി എല്ലാവരും, എന്നെ എതിർക്കുന്ന എല്ലാവരും തെറ്റിൻ്റെ വശത്താണ് നിൽക്കുന്നത്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ശരിയുടെ പക്ഷത്താണ്, ഞാൻ ശരിയുടെ പക്ഷത്താണ്. നിങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഡീൽ ചെയ്തിട്ടുള്ള, കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുള്ള അഭിപ്രായത്തിനെ തിരിച്ച് ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവരെ ഹേർട്ട് ചെയ്യുക ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് അതിനോട് ഒന്ന് വിയോജിക്കുന്നു എന്ന് രേഖപ്പെടുത്തി നോക്കിക്കോളൂ. നിങ്ങൾ തെറ്റിൻ്റെ പക്ഷത്താണ്, അവർ മാത്രമാണ് ശരിയുടെ പക്ഷം. ഇത്തരം കണ്ടൻറ്റുകളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതൊരു കണ്ടൻറ് വാറൊന്നുമല്ല. ഈ പോസ്റ്റുകളിലൊക്കെ ഒരു മെൻ്റൽ ഹെൽത്ത് ക്രൈസിസ് ആണ് ഒളിഞ്ഞിരിക്കുന്നത്. നമ്മൾ പറയുന്ന ഓരോ വാക്കും, അത് വീഡിയോ ഉണ്ടാക്കുന്നവരാണെങ്കിലും കമൻറ്റ് ചെയ്യുന്നവരാണെങ്കിലും ഷെയർ ചെയ്യുന്നവരാണെങ്കിലും, നമ്മൾ പറയുന്ന ഓരോ വാക്കും മറ്റൊരാളുടെ മനസ്സിൽ വലിയ മുറിവുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യം. ഇത് ഞാൻ ജസ്റ്റ് എൻ്റെ ഒപ്പീനിയൻ മാത്രം പറയുന്നതാണ്. അത് ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിരിക്കും. പലരും കടന്നു പോകുന്ന മാനസികാവസ്ഥകൾ ഡിഫറൻ്റ് ആയിരിക്കും. ഈ എക്സ്പോസിങ് കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കെതിരെ ഒരു ആരോപണം വന്നാൽ എങ്ങനെയായിരിക്കും അതിനെ ഡീൽ ചെയ്യേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒരു ഒപ്പീനിയനാണ്. ആദ്യത്തെ കാര്യം, ചാടി കയറി റെസ്പോണ്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കുറച്ച് മുമ്പ് ഒരു വീഡിയോ കണ്ടാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ കുറച്ച് സമയം ശാന്തമായിട്ടിരിക്കുക, കുറച്ച് ഡീപ്പ് ബ്രീത്ത് ഒക്കെ എടുത്ത് ഒന്ന് ആലോചിക്കുക. ഈ ഉടനെയുള്ള ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ഒഴിവാക്കുന്നതാണ് നല്ലത്. പലരും എന്താ ചെയ്യാമെന്നറിയോ, ദേഷ്യപ്പെട്ട് റിയാക്ട് ചെയ്യും.
വേറെ ചില ആൾക്കാരുണ്ട്, ഞാൻ ഭയങ്കര സർക്കാസ്റ്റിക് ആണ്, അതുകൊണ്ട് സർക്കാസ്റ്റിക് ആയിട്ട് അതിനെ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി ഒരു റിപ്ലൈ കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ചിലർ ഇൻഡയറക്റ്റ് ആയിട്ട് പോസ്റ്റുകൾ ഇടും. ഈ പറഞ്ഞ 3 മാർഗ്ഗങ്ങളും അത്ര നല്ല രീതികളല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് 3 കാര്യങ്ങളെ കൂടുതൽ മോശമാക്കും. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇടുമ്പോൾ അത് ആൾക്കാർ ഇൻ്റർപ്രറ്റ് ചെയ്യും. അവരുടെ ഇൻ്റർപ്രിട്ടേഷൻ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത എന്തെങ്കിലും ആയിട്ട് മാറും. അങ്ങനെ വിഷയം നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് പോയേക്കാം. ഈ സൈലൻസ് എന്ന് പറയുന്നത് അതൊരു ഭീരുത്വമല്ല. ചില സമയത്ത് ഏറ്റവും ഗംഭീര സ്ട്രാറ്റജി സൈലൻ്റ് ആയിട്ടിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തെങ്കിലും ഒരു ആരോപണം ഉണ്ടാകുന്ന സമയത്ത് നമ്മളോട് എന്താണ് വിഷയമെന്ന് മാന്യമായി റെസ്പെക്റ്റ്ഫുള്ളി ചോദിക്കുന്നതിന് പകരം ഓടി വന്ന് നീ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്ന ആൾക്കാരില്ലേ, അവരുടെ തലയ്ക്കകത്ത് കാര്യമായിട്ടൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കാൻ അവർക്ക് ശേഷി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളോടും ചോദിച്ചു നിങ്ങളുടെ വശവും കേട്ടതിന് ശേഷമേ അവരവരുടെ ഒപ്പീനിയൻ പറയുള്ളൂ. ഒരു സൈഡിൽ നിന്ന് മാത്രം പറയുന്ന എന്തെങ്കിലും കേട്ട് വളവളവളാന്ന് ബഹളം വെക്കുന്ന ആൾക്കാരെ അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക. അവരെ നിങ്ങൾക്ക് ഇപ്പോഴൊന്നും കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ആൻഡ് നിങ്ങൾ എപ്പോഴെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ വസ്തുതകൾ മാത്രം പറയുക. എന്താണ് സംഭവിച്ചത്, എന്താണ് സംഭവിക്കാത്തത്, നിങ്ങളതിനെ എങ്ങനെയാണ് നേരിടാൻ ഉദ്ദേശിക്കുന്നത്. ഒട്ടും എക്സാജറേറ്റ് ചെയ്യാതെ വിക്ടിം സൈഡിൽ നിൽക്കുന്ന ഒരാളുണ്ടല്ലോ, ആരോപണം ഉണ്ടാകുമ്പോൾ അപ്പുറത്തെ സൈഡിൽ ഇരയാക്കപ്പെട്ട ഒരാളുണ്ടാകും, അയാളെ ഷെയിം ചെയ്യാതെ, അതുപോലെ തന്നെ ഞാനൊരു വിക്ടിമാണ് എനിക്കാണ് നിങ്ങൾ സപ്പോർട്ട് തരേണ്ടത് എന്നുള്ള അങ്ങനത്തെ ഗെയിമുകളൊന്നും കളിക്കാതെ ഇത് സത്യമല്ല ഇവരെന്നെ നശിപ്പിക്കാനാണ് നോക്കുന്നത് എന്നൊക്കെ പറയുന്ന ആർഗ്യുമെൻറ്റുകളേക്കാൾ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു കാര്യമാണ് നിയമപരമായി അതിനെ നേരിടാൻ ഇറങ്ങുന്നത്. ഒറ്റ എക്സ്പ്ലനേഷൻ, ഇത് നിയമപരമായി നേരിടുന്ന കാര്യമാണ് ഞാൻ പരിഗണിക്കുന്നത്. ഡിഫമേഷൻ ചെയ്തതാണെങ്കിലും അല്ലെങ്കിൽ മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്തതാണെങ്കിൽ അതിനെ നിയമപരമായി നേരിടുമെന്ന് പറയാം. ഈ നിയമപരമായി നേരിടുക എന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കും അതൊരു ഭീഷണിയൊന്നും അല്ലത്, നമ്മളുടെ റൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അതായത് നമ്മൾ നിയമപരമായിട്ടാണ് ഇത് ഡീൽ ചെയ്യുന്നത്, അല്ലാതെ ഇമോഷണലി ബാക്കിയുള്ളവരെയും കൂടി പ്രകോപിപ്പിച്ച് ആവശ്യമില്ലാത്തൊരു വിക്ടിം പ്ലേയിങ് പരിപാടിയിലേക്ക് ഒന്നും പോകാതെ നിയമപരമായി സമാധാനപരമായി നമ്മളിതിനെ നേരിടുന്നു എന്ന് പറയുമ്പോൾ ഈ മോബ് അറ്റാക്ക് ഒന്ന് സ്ലോ ആവും. മാത്രമല്ല ഈ ആരോപണം തെറ്റാണെന്ന് വിചാരിക്കൂ, തെറ്റായിട്ടിരിക്കുമ്പോഴും നമ്മൾ വിക്ടിമിനെ ആക്രമിക്കാൻ പോയി കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്കൊരു തെറ്റായ സന്ദേശം കൊടുക്കുന്ന പോലെയാണ്. ഈ പബ്ലിക്കിന് നമ്മളോട് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു എമ്പതി ഉണ്ട്, അതും കൂടി ഇല്ലാണ്ടാവും. അതിന് ഏറ്റവും നല്ല വഴി ട്രസ്റ്റഡ് വോയിസസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്താണ് ട്രസ്റ്റഡ് വോയിസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മുടെ വക്കീലായിരിക്കാം, നമുക്ക് ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഈ വിഷയം ചളം കുളമാക്കില്ല എന്ന് ഉറപ്പുള്ള നമ്മുടെ ഒരു ഫ്രണ്ടോ റിലേറ്റീവോ സഹപ്രവർത്തകനോ പ്രവർത്തകയോ ഒക്കെ ആവാം. അതുമല്ലെങ്കിൽ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റ് ആവാം. ഏതെങ്കിലും ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു കുറേ കാലം മുമ്പായിരുന്നെങ്കിൽ. ഇപ്പോൾ നമ്മൾ ക്രെഡിബിലിറ്റി ഉള്ള ഒരു ജേർണലിസ്റ്റ് വഴി അങ്ങനെ ആളുകളിലേക്ക് നമുക്ക് പറയാനുള്ളത് എത്തിക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗ്ഗം. പക്ഷേ ഞാനിതൊക്കെ പറയുമ്പോഴും ചിലപ്പോൾ ഇങ്ങനെ ഒന്നും റിയാക്ട് ചെയ്യാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും ഇത്തരമൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ പലരും എത്തിപ്പെടുക. അങ്ങനെ വരുമ്പോൾ അവനവൻ്റെ മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഞാൻ സ്ട്രോങ് ആണ്, എനിക്കിത് സ്ട്രോങ് ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നീ സ്ട്രോങ് ആണ്, സ്ട്രോങ് ആയിരുന്നേ പറ്റുള്ളൂ എന്ന് പറയുന്നതും അത് നമുക്ക് അനാവശ്യ സ്ട്രെസ്സാണ് ഉണ്ടാക്കുക. അങ്ങനെ തെറ്റായിട്ടുള്ള തോന്നലുകളും അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സും നമ്മുടെ മാനസികാവസ്ഥയെ ഒരിക്കലും ബാധിക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് ആ സിറ്റുവേഷനിലൊരു മെൻ്റൽ സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ ഒരു നല്ല പ്രൊഫഷണലിൻ്റെ അടുത്ത് പോവുക. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എപ്പോൾ ഓക്കെ ആവുന്നു അപ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് ആലോചിച്ച് ചിന്തിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. പിന്നെ ഇപ്പോൾ നമ്മളാണെങ്കിലും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. കമൻറ്റ് സെക്ഷനിൽ നിന്ന് മാറി നിൽക്കുക. അനാവശ്യ അറ്റാക്കാണ് നടക്കുന്നതെന്ന് മനസ്സിലായാൽ പിന്നെ ഈ പറയുന്ന കമൻറ്റ് സെക്ഷനുകളിൽ നിന്ന് മാറി നിൽക്കുക. നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്തിടുക. ആവശ്യമെങ്കിൽ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് എടുക്കുക. നമ്മുടെ മമ്മൂക്കയുടെ നരസിംഹം സിനിമയിലൊരു ഡയലോഗുണ്ട്, ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്, സൂര്യൻ അതിൻ്റെ കറുത്ത മറ നീക്കി പുറത്തു വരും എന്നാണ്. സത്യം പുറത്തു വരും എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. സത്യം എന്തായാലും പുറത്തു വരുമെന്നാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ആ പ്രതീക്ഷയിലാണല്ലോ നമ്മളും ജീവിക്കുക. ചിലപ്പോൾ അതിന് കുറച്ച് സമയം എടുത്തു എന്ന് വരും. ആ സമയം അത്രയും നമ്മൾ ഈ മോബിൻ്റെ അറ്റാക്ക് ഏറ്റുവാങ്ങുക എന്ന് പറയുന്നത് അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇന്ന് നമ്മൾ കേൾക്കുന്ന ഈ ഷൗട്ടിംഗ് ഉണ്ടല്ലോ, ഇത് നാളെ സൈലൻ്റ് ആവും. നമുക്ക് നമ്മുടെ സത്യം കുറച്ചും കൂടി ഒച്ചത്തിൽ പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടായേക്കാം. പക്ഷേ ഇവിടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ട്രോളുകളോട് യുദ്ധം ചെയ്യാൻ പോകരുത്. സിമ്പതി കിട്ടാൻ വേണ്ടി അയ്യോ ഞാൻ പാവമാണ് എൻ്റെ എല്ലാവരും കൂടി ദ്രോഹിക്കുന്നു പറയുന്ന സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ആവശ്യമില്ല. ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഇവിടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്ന ആളുകളെ ഭീഷണിപ്പെടുത്താനോ അവരെ എക്സ്പോസ് ചെയ്യുന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനത്തെ അറ്റംപ്റ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഏറ്റവും പ്രധാനം ഫേക്ക് ആയിട്ടുള്ള നരേറ്റീവ്സ് സ്പ്രെഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ, അതിപ്പം സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യാരോപണങ്ങൾ ഇങ്ങോട്ട് വന്നത് ഫേക്കാണ് എന്ന് കാണിക്കാൻ വേണ്ടി അങ്ങോട്ടും ഫേക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അത് നമ്മളെ എവിടെയും കൊണ്ടെത്തിക്കില്ല. മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നമ്മൾ കൂടുതൽ വലിയ പ്രതിയായി മാറുകയുള്ളൂ. നമ്മളൊരു മോബിനോട്, ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്ന മോബിനോട് അങ്ങനെ തന്നെ റിയാക്ട് ചെയ്യാൻ പോയാൽ
ആ മോബ് നമ്മൾ തമ്മിൽ എന്താണ് വ്യത്യാസം? നമ്മളും ആ മോബിൻ്റെ അതേ മെൻറ്റാലിറ്റിയിലേക്ക് മാറും. സോ ഷൗട്ട് ചെയ്തുകൊണ്ട് നമുക്കിവിടെ വിജയം കിട്ടാൻ പോകുന്നില്ല. അതേസമയം സ്വയം നിയന്ത്രിച്ചാൽ അതിന് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ഉണ്ടാവും. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സോഷ്യൽ മീഡിയ എക്സ്പോസിങ് കൾച്ചറിൻ്റെ ഇരയാവുന്ന ആളുകളോടാണ്. പക്ഷേ ഈ കൾച്ചർ നമ്മളിപ്പോൾ ഒബ്സർവ് ചെയ്യുന്നത് വെച്ചിട്ട് അതൊരു മോശം ആംഗിളിലേക്ക് പോകുന്നുണ്ടോ? വളരെ സിമ്പിൾ ആൻഡ് സില്ലി ആയിട്ട് ആളുകൾ നേരിട്ട് സംസാരിച്ച് തീർക്കേണ്ടുന്ന കാര്യങ്ങൾ പോലും ഞാൻ ഇയാളെ എക്സ്പോസ് ചെയ്യുന്നതാണ് എൻ്റെ തൊഴിൽ എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി അവരുടെ ചുറ്റും നിൽക്കുന്ന ആളുകളുടെ മാനസികാരോഗ്യത്തിന് യാതൊരു വിലയും കൊടുക്കാതെ, അവരുടെ പബ്ലിക് ഇമേജിനെ എങ്ങനെ അത് ബാധിക്കുമെന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ ഏറ്റവും മോശമായി അറ്റാക്ക് അഴിച്ചു വിടുന്ന രീതിയിലുള്ള എക്സ്പോസിങ് പരിപാടികൾ തുടങ്ങി എന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. നമ്മളിങ്ങനത്തെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ, കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളും ഇതിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ് എന്നൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മളെ മാത്രമല്ല, നമ്മളുടെ ഫ്യൂച്ചർ ജനറേഷനെ പോലും കൊണ്ടെത്തിക്കാൻ പോകുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു സാമൂഹികമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്കാണ്. അതിൻ്റെ ഭാഗമാകാതിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ബ്രെയിൻ ഉപയോഗിക്കുക. ഇതൊന്നും കാണരുത്, കേൾക്കരുത്, ഇവരൊന്നും വിശ്വസിക്കരുത്, ഇതൊന്നുമല്ല പറയുന്നത്. നമുക്കൊരു തലച്ചോറുണ്ട്. ആ സാധനം വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉറപ്പിക്കണം. നമ്മൾ തന്നെ കാര്യങ്ങളെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം, ക്രോസ് ചെക്ക് ചെയ്യണം. അങ്ങനെ ചിന്തിക്കുക. ഞാനീ പറഞ്ഞതുപോലെ നിങ്ങൾ വെള്ളം തൊടാതെ വിശ്വസിക്കേണ്ട കാര്യമല്ല. പറഞ്ഞ ഓരോ സെൻറ്റൻസും ഓരോ വാക്കുകളും ഇഴകീറി പരിശോധിക്കാം. നിങ്ങൾക്കായിട്ട് സെർച്ച് ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കമൻറ്റും കൂടി വളരെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക എന്തായാലും എനിക്കറിയാം, പക്ഷേ റെസ്പോണ്ട് ചെയ്യുന്നതിന് മുമ്പ് ആ കമൻറ്റും കൂടി ഒന്ന് വായിച്ച് മനസ്സിലാക്കണേ എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.